രണ്ടാമത് ട്രെയിനിങ് പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലാണ് നമ്മുടെ സഹകരണ വീക്ഷണം കൂട്ടായ്മയുടെ കേരളത്തിൽ നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ടീം അഡ്മിൻ കൂടിയായിട്ടുള്ള ശ്രീ മുല്ലശ്ശേരി സാർ. അദ്ദേഹം തേഞ്ഞിപ്പാലം ബാങ്കിന്റെ ഇപ്പം നിലവിൽ സെക്രട്ടറി കൂടി ആയിരിക്കുകയാണ്. അപ്പം സഹകരണ മേഖലയിൽ ഒട്ടനവധി മാറ്റങ്ങൾ വരണമെന്ന്, അല്ലെങ്കിൽ മാറി ചിന്തിക്കാം, മാറ്റം സൃഷ്ടിക്കാം എന്ന സഹകരണ വീക്ഷണത്തിന്റെ മുദ്രാവാക്യം പോലെ തന്റെ സ്ഥാപനത്തിൽ, താൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നിരവധി മാറ്റങ്ങൾ സൃഷ്ടിച്ച നമ്മുടെ ശ്രീ മുല്ലശ്ശേരി സാർ പ്രമുഖ സഹകരണ ട്രെയിനർ കൂടിയാണ്. ഇന്ന് നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളിലെല്ലാം നമ്മൾ വായ്പകൾ നൽകുമ്പോൾ ശ്രദ്ധിക്കണം, അൺസെക്യൂർഡ് വായ്പകളിൽ നമ്മൾ നൽകേണ്ട സുരക്ഷിതകരമായിട്ടുള്ള എങ്ങനെ നൽകാം എന്ന വിഷയത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ടീം അഡ്മിൻ കൂടിയായിട്ടുള്ള ശ്രീ സാർ ക്ലാസ് എടുക്കുന്നത്. അപ്പം ഔപചാരികതയുടെ പേരിൽ മാത്രം നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ സാറിനെ ഈ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു. വളരെ സന്തോഷം. ഗുഡ് ഈവനിങ് ടു ഓൾ. നമ്മള് ഇന്നത്തെ സെഷൻ അൺസെക്യൂർഡ് ലോണിനെ കുറിച്ചിട്ടുള്ള ഒരു സെഷനാണ് നമ്മൾ എടുക്കുന്നത്. വളരെ ചെറിയൊരു സെഷൻ മാത്രമാണ്, കൂടുതലായിട്ട് പറയാനൊന്നുമില്ല. അപ്പം ഈ അൺസെക്യൂർഡ് ലോൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ്, അല്ലാതെ അൺസെക്യൂർഡ് ലോൺ എങ്ങനെ സുരക്ഷിതമാക്കാം എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടൊന്നും പറയാൻ കഴിയില്ല. പരമാവധി ലോൺ ഡോക്യുമെന്റേഷന്റെ കാര്യങ്ങളിൽ നമ്മൾ സംഘങ്ങൾ ഏത് തലത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ ഗഹാന്റെ ക്ലാസ് എടുത്തു, അപ്പം അതേക്കുറിച്ചിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഇത്തവണയും പറയാനുള്ളത്, നമ്മൾ ലോൺ ഡോക്യുമെന്റേഷൻ ഏതൊരു ലോൺ ആണെങ്കിൽ, അത് നമുക്ക് 5 ലക്ഷത്തിന്റെ ലോൺ ചെയ്യണതായാലും നമ്മൾ 25,000 റുപ്യന്റെ ലോൺ ചെയ്യുകയാണെങ്കിലും എഫേർട്ട് സെയിം ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം നമുക്ക് ARC ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ EP നടപടികൾ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം എഫേർട്ട് ഒക്കെ സെയിം തന്നെയായിരിക്കും. സമൻസ് അയക്കേണ്ടതായാലും തിരിച്ചു വരേണ്ട കാര്യമായാലും എല്ലാം കൊണ്ടും ഒരു ലോണിന് ചെയ്യണം, 5 ലക്ഷത്തിന് അല്ലെങ്കിൽ 10 ലക്ഷത്തിന് ലോൺ ചെയ്യണ അതേ എഫേർട്ടും കാര്യങ്ങളും തന്നെയാണ് ഈ 25,000 ലോൺ ആയാലും 50,000 ലോൺ ആയാലും ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം മറ്റുള്ള നാഷണലൈസ്ഡ് ബാങ്കുകളൊക്കെ തന്നെ ഈ ചെറിയ ലോണുകൾ കൊടുക്കുന്നത് വളരെ വളരെ കുറവാണ്, അല്ലെ? 25,000 ലോണോ അല്ലെങ്കിൽ 50,000 ലോണോ ഒക്കെ നാഷണലൈസ്ഡ് ബാങ്കുകൾ കൊടുക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ കൊടുക്കാറില്ല എന്ന് തന്നെ നമുക്ക് വേണ്ടി പറയാൻ പറ്റും. ഈ ഒരു പ്രതിഭാസം ഉള്ളത് പ്രധാനമായിട്ടും സഹകരണ ബാങ്കുകളിൽ മാത്രമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കാണെങ്കിൽ ഈ ഒരു മേഖലയിൽ ഒരുപാട് കുടിശ്ശിക ഉണ്ടതാണ്. അപ്പൊ ഈ കുടിശ്ശിക വരുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം ചെയ്യാൻ പറ്റും ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളതാണ് അതിൽ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നമ്മൾ EP നടപടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോണ സമയത്ത് നമ്മൾ ഡിമാൻഡ് നോട്ടീസ് കൊടുക്കും. ഡിമാൻഡ് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ പലപ്പോഴും അങ്ങോട്ട് മുന്നോട്ട് പോകാത്ത രീതിയിലാണ് ഉണ്ടാവുക. കാരണം നമ്മൾ സെക്രട്ടറി പോയിട്ട് അയാളുടെ വീട്ടിലുള്ള മൂവബിൾസ് ആയിട്ടുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഒക്കെ എടുത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ പ്രായോഗിക തലത്തിൽ ചിലപ്പോൾ നടന്നില്ല എന്ന് വരും. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം ലോണുകൾ എന്ന് പറയുന്നത് അൺസെക്യൂർഡ് ലോണുകളാണ്. പ്രിഫറബിളി ഇത്തരം ലോണുകൾക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രൈമറി സെക്ടറിൽ ഒഴിച്ചിട്ട്, അതായത് അഗ്രികൾച്ചർ മേഖലയിൽ ഒഴിച്ചിട്ട് ബാക്കി നമ്മൾ സാധാരണ ആൾജാമ്യത്തിന് മുകളിൽ വിവിധ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന വായ്പകൾ അൺസെക്യൂർഡ് ലോണുകളാണ്. അൺസെക്യൂർഡ് ലോണുകൾ എപ്പോഴും തന്നെ ഒരു സംഘത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ, ഇപ്പൊ നമുക്ക് ഈ കോപ്പറേറ്റീവ് സെക്ടർ അല്ലാത്ത മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ അൺസെക്യൂർഡ് ലോണുകൾക്ക് ഒരു നിശ്ചിത പെർസെൻറ്റേജ് ഗവൺമെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, മീൻസ് RBI ഫിക്സ് ചെയ്തിട്ടുണ്ട്. ചില സ്ഥാപനങ്ങൾക്ക് അൺസെക്യൂർഡ് ലോൺ കൊടുക്കാനുള്ള പ്രൊവിഷനേ ഇല്ല. എല്ലാം 100%ഉം സെക്യൂർഡ് ലോണുകൾ കൊടുക്കാനുള്ള പ്രൊവിഷൻസ് ആണ് ധനകാര്യ മന്ത്രാലയം അല്ലെങ്കിൽ RBI പോലുള്ള റെഗുലേറ്റേഴ്സ് പല സ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. അതിനൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സെക്യൂർഡ് ലോണുകൾ നമ്മളെ ഒരു ഭാഗം കൂടി, നമ്മുടെ ബാങ്കിലെ ഒരു സ്ട്രക്ചറും കൂടി വെച്ച് നോക്കുമ്പോൾ നമ്മൾ സാധാരണ മെമ്പർമാരായിട്ടുള്ള ഡീലിംഗ് ആണ്. ഈ മെമ്പർമാരായിട്ടുള്ള ഡീൽ ചെയ്യുന്ന സമയത്ത് അവരുടെ പണം കൊണ്ട് നമ്മൾ അവരോട് പണം വാങ്ങുന്നു, അവർക്ക് ലോൺ കൊടുക്കുന്നു എന്നുള്ള രീതിയാണ്. നാളെ ഒരു സാഹചര്യത്തിൽ നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ അകപ്പെട്ടുന്ന സംഘത്തിന് വരുമ്പോൾ മറ്റ് സംഘങ്ങൾ നമ്മളെ സഹായിക്കാനില്ല, നമുക്കൊരു റെഗുലേറ്റർ ഇല്ല. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന സാഹചര്യങ്ങളാണ്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ ഏറ്റവും റിസ്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പം ടോട്ടൽ ഡെപ്പോസിറ്റിന്റെ ഇത്ര പെർസെൻറ്റേജ് സെക്യൂർഡ് ലോൺ ആണെങ്കിൽ
ആ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സേഫ്റ്റിയാണ്. അപ്പം അൺസെക്യൂർഡ് ലോണുകൾ പരമാവധി പഴയ കാലത്ത് വെച്ച് നോക്കുമ്പോൾ സഹകരണ സംഘങ്ങളിൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അൺസെക്യൂർഡ് ലോണുകൾ വളരെ വളരെ കുറച്ചു കൊണ്ടുവരുന്ന ഒരു പ്രവണത സഹകരണ ബാങ്കുകൾ ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു പ്രവണത വളരെ നല്ലൊരു പ്രവണതയാണെന്ന് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, എൻ്റെ പേഴ്സണൽ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. അൺസെക്യൂർഡ് ലോണുകൾ എപ്പോഴും സംഘങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം അൺസെക്യൂർഡ് ലോണുകൾ കൊടുക്കുമ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ഇപ്പൊ ഞാനിവിടെ പറയാൻ പോകുന്നതൊന്നും റൂളോ ചട്ടമോ നിയമോ ഒന്നും തന്നെയല്ല. പറയാൻ പോകുന്നത് ചില പ്രാക്ടീസസ് മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രാക്ടീസസിനെ കുറിച്ച് മാത്രം ഡിസ്കഷൻ ആണ്, അല്ലാതെ ഒരു വലിയൊരു ക്ലാസ് എന്നുള്ള രീതിയിലല്ല ഇന്നത്തെ ക്ലാസ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ അൺസെക്യൂർഡ് ലോണുകൾ പരമാവധി സംഘങ്ങളിൽ നിന്ന് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് സഹകാരികളോട് എനിക്ക് പറയാനുള്ളത്. അഥവാ ഇൻ കേസ് ഓഫ് ലോൺ കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് വളരെയധികം 100% ഒരു സെക്രട്ടറിക്ക് ബോധ്യപ്പെടുന്ന അല്ലെങ്കിൽ മാനേജർക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ മാത്രം, അത് 100% എന്നല്ല ഞാൻ പറയുന്നത്, ഒരു 200% നിങ്ങൾക്ക് ഉറപ്പുള്ള കേസുകൾക്ക് മാത്രമായിരിക്കണം നിങ്ങൾ ഇത്തരം വായ്പകൾ ഇഷ്യൂ ചെയ്യേണ്ടത്. പഴയകാല എല്ലാവർക്കും കൊടുക്കുന്ന ഒരു രീതിയിൽ നിന്നാൽ ഇനിയുള്ള കാലത്ത്, ഇന്നത്തെ കാലത്ത് നമ്മൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ഒരു പ്രതിസന്ധിയിൽ അനുഭവിക്കുന്ന, റിക്കവറിയിൽ ഒരുപാട് തടസ്സം നേരിടുന്ന ഒരു കാലഘട്ടമാണ് നമ്മളുള്ളത്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഇത്തരം വായ്പകളുടെ തോത് വളരെയധികം കുറയ്ക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. അപ്പൊ ഇനി എന്തെല്ലാമാണ് നമുക്ക് ചെയ്യാൻ ഉള്ളതെന്ന് ചോദിച്ചാൽ, ഞാൻ കഴിഞ്ഞ തവണ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഗഹാൻ ലോൺ എന്തൊക്കെ ഉണ്ടോ അതിന്റെ വലിയൊരു ഭാഗം അല്ലെങ്കിലും അതിന്റെ ഏകദേശം ഏറെക്കുറെ ഒരു ഭാഗമൊക്കെ തന്നെ ഒരു ലോൺ പ്രോസസ് ചെയ്യുന്ന സമയത്ത് ആവശ്യമായ എല്ലാ രേഖകളും നമുക്ക് വേണ്ടതുണ്ട്. അവിടെ പ്രോപ്പർട്ടിക്ക് പകരം ഒരുപക്ഷെ നമ്മൾ വാങ്ങാറുള്ളത് ഇവിടെ ഷുവർട്ടി ലോൺ ആയിരിക്കും. ഇപ്പൊ ഞാൻ പ്രധാനമായിട്ടും പറയുന്നത് ബിസിനസ് ലോണുകളെ കുറിച്ചിട്ട് ആണ് പറയുന്നത്. അതർ വിവിധോദ്ദേശ ലോണുകളെ കുറിച്ചിട്ടാണ്, പ്രൈമറി സെക്ടർ ലോണുകളെ കുറിച്ചിട്ടല്ല പറയുന്നത്. അപ്പോൾ സാധാരണ 2 ആൾ ജാമ്യത്തിന് മുകളിൽ വായ്പ കൊടുക്കുന്ന രീതികളിലാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വായ്പ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ബൈലോന്റെ പ്രൊവിഷൻസ് നമ്മൾ ഒബ്വിയസ്ലി നോക്കണം. ബൈലോയിലുള്ള എമൗണ്ട് നോക്കണം. 2005 സർക്കുലറിൽ പറയുന്നത് പരമാവധി 50,000 രൂപയാണ്. ഈ 50,000 രൂപയാണ് ഷുവർട്ടി ആൾ ജാമ്യത്തിന് മുകളിൽ വായ്പയ്ക്ക് വേണ്ടിയിട്ട് സർക്കാർ 2005 അവസാനമായിട്ട് ഈ വായ്പയിൽ ഒരു നിർദ്ദേശം വന്നിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2005 45/2005 ഇതിൽ 50,000 രൂപയാണ് എമൗണ്ട് നിശ്ചയിച്ചിട്ടുള്ളത്. പിന്നെ 20 വർഷമായിട്ടും അതിലൊരു മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പൊ ഒരു മാറ്റം ഇന്നത്തെ ഒരു കാലഘട്ടത്തിനനുസരിച്ചിട്ടൊരു മാറ്റം വരേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അപ്പൊ അത് നമുക്ക് സഹകാരികള് രജിസ്ട്രാറുടെ മുന്നിൽ ഒന്ന് ആവശ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് ഒരു ലോൺ ഡോക്യുമെന്റേഷനെ കുറിച്ചിട്ട് നമുക്ക് പറയാം. അപ്പൊ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള ലോൺ അപ്ലിക്കേഷൻ എന്നുള്ള കാര്യം. ഇപ്പൊ നമുക്ക് അറിയാം ലോണിന്റെ അപ്ലിക്കേഷൻ ഫോമിനെ കുറിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ലോൺ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടി നമ്മൾ അടിക്കുന്ന ലോണാണ്, അപ്ലിക്കേഷൻ ഫോം ആണെങ്കിൽ പോലും അത് വളരെ ഡീറ്റെയിൽ ആയിരിക്കണം. ഒരു അപ്ലിക്കന്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മള് പലപ്പോഴും പല രേഖകളും അതൊന്നും ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കാതെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ ഫോം തന്നെ വേണം. അതിൽ ബോറോവറുടെ ഡീറ്റെയിൽസ് ഉണ്ടാവണം. അതേപോലെ അയാളുടെ ഷുവർട്ടീസിന്റെ ഡീറ്റെയിൽസും എഴുതാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇത് എഴുതുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയേണ്ടത് ഡിസ്ക്രിപൻസി ഫ്രീ ആയിട്ട് അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. അത് എപ്പോഴും സെക്രട്ടറിമാർ അല്ലെങ്കിൽ മാനേജർമാര് അല്ലെങ്കിൽ ലോൺ സെക്ഷനിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഡിസ്ക്രിപൻസി ഫ്രീ ആയിട്ടുള്ള ലോൺ അപ്ലിക്കേഷൻ ഫോം. ഡിസ്ക്രിപൻസി ഫ്രീ എന്ന് പറഞ്ഞാൽ പല രീതിയിലായിരിക്കും. ഇപ്പൊ മെമ്പർ നമ്പർ ഒരു സ്ഥലത്ത് എഴുതും, വേറെ സ്ഥലത്ത് വരുമ്പോൾ മെമ്പർ നമ്പർ തെറ്റും, അങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് ഡിസ്ക്രിപൻസീസ് ഒരു ഫയലിൽ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അവിടെ ആ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻ ഫോമിൽ എന്തെങ്കിലും ഇപ്പൊ ചില കാര്യങ്ങൾക്ക് നമ്മൾ എഴുതാറില്ല, ഈ എഴുതാതെ വിട്ടുകളെ ഇതെല്ലാം കൂടി EP ഫയൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കോടതിയിൽ ഇതുകൊണ്ട് ചില സമയത്ത് ലോൺ അപ്ലിക്കേഷൻ ഫോം പോലും ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അത് എഴുതിയ ആളുണ്ടാവില്ല. പുതുതായിട്ട് നമ്മൾ എഴുതി ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് അപ്പം തന്നെ കാണും.
ഈ സാഹചര്യങ്ങളിലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ആദ്യം തന്നെ നമ്മൾ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത, വളരെ വൃത്തിയിൽ ഫില്ല് ചെയ്ത, ഇല്ലെങ്കിൽ ഇല്ല എന്ന്, ബാധകമല്ല എന്നങ്ങനെ ബാധകമല്ല എന്ന് എഴുതേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ ഒരു ഫയലിൽ എഴുതേണ്ടതാണ്. നമുക്ക് ബാധകമല്ലെങ്കിൽ നമ്മൾ കോളം ഒഴിച്ചിടാൻ പാടില്ല. അത് ഇല്ലെങ്കിൽ വെട്ടിക്കളയാ, സ്ട്രൈക്ക് ചെയ്ത് കളയാ, അല്ലെങ്കിൽ എന്ന് എഴുതാം, അല്ലെങ്കിൽ നിൽ എന്നാണെങ്കിൽ നിൽ എന്ന് എഴുതാം. അപ്പം അതാണ് ലോൺ അപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ ഏറ്റവും അധികം അപ്ലിക്കേഷൻ ഫോമിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഒരു ഫോട്ടോ, സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ളൊരു ഫോട്ടോ വേണം ഒരു ഏതൊരു ലോൺ അപ്ലിക്കന്റിന്റെ മതി, ഷുവർട്ടീന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ലോൺ അപ്ലിക്കന്റിന്റെ ഫോട്ടോ നിർബന്ധമായിട്ടും നമ്മൾ ഒരു അപ്ലിക്കേഷന്റെ കൂടെ വാങ്ങേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ നെയിമിന്റെ ഡിക്ലറേഷൻ, ഇപ്പൊ ചെറിയ ലോണുകളൊക്കെ ആയതുകൊണ്ട് നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് നെയിം ഡിക്ലറേഷൻ, ചിലപ്പോൾ ആധാർ കാർഡിലെ പേരും മറ്റുള്ള ശരിക്കുള്ള പേരും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ചെറിയ സമയത്തൊക്കെ നമ്മൾക്ക് നെഗ്ലക്ട് ചെയ്യേണ്ടി വരും. കാരണം ചെറിയ ലോണുകളാണല്ലോ നമ്മൾ പലപ്പോഴും കൊടുക്കുക. എന്നിരുന്നാൽ പോലും നമ്മൾ അതിൽ അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ, ഇപ്പൊ ഇനീഷ്യലിന്റെയോ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ സെൽഫ് ഡിക്ലറേഷൻ, പേരിന്റെ സെൽഫ് ഡിക്ലറേഷൻ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത്രയും ചെറിയ ചെറിയ മിസ്മാച്ചുകൾ, ഡിസ്ക്രിമൻസീസ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഷുവർട്ടീസിനോട് വാങ്ങുന്ന, ഇപ്പൊ ഇമ്മൂവബിൾസ് ആയിട്ട് അയാളുടെ വീട്ടിലുള്ള അപ്ലിക്കേഷൻ ഫോമിൽ എന്തെല്ലാം കണ്ടന്റുകൾ വേണം എന്നുള്ളതിനെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് ഞാൻ പറയുന്നുള്ളൂ. അയാളുടെ താമസ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ്, അഡ്രസ്സ്, അതുപോലെ അയാളുടെ ഈ പ്രോപ്പർട്ടി ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടി ഡീറ്റെയിൽസിൽ അയാളുടെ സർവേ നമ്പർ, മറ്റുള്ള കാര്യങ്ങളൊക്കെ പരമാവധി എഴുതാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇമ്മൂവബിൾസ് ആയിട്ടുള്ള അയാൾ സ്വന്തമായിട്ട്, പ്രിഫറബിളി വണ്ടികളൊക്കെ സ്വന്തമായിട്ടുണ്ടെങ്കിൽ, പിന്നെ മറ്റുള്ള സാധനം TV, ഫ്രിഡ്ജ് എന്നൊക്കെ നമ്മൾ പേരിന് എഴുതിയെങ്കിലും അതിന്റെ ഒന്നും നമുക്ക് നാളെ EP ഫയൽ ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്കൊരു TV വിറ്റാലോ അല്ലെങ്കിൽ ഫ്രിഡ്ജ് വിറ്റാലോ 500 രൂപ കൂടുതലൊന്നും പൈസ കിട്ടൂല. അപ്പൊ അതൊന്നും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടില്ല. എങ്കിലും വണ്ടികളെ പോലെ ഇമ്മൂവബിൾസിലെ മൂവബിൾസിലായ കാര്യങ്ങളെ കുറിച്ചിട്ട് അതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ, അപ്ലിക്കേഷൻ ഫോമിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുവരാൻ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ഇതൊക്കെ നമുക്ക് ലോൺ അപ്ലിക്കേഷൻ വാങ്ങുന്ന സമയത്ത് ഇതൊക്കെ കിട്ടുള്ളൂ. നമ്മൾ വൺസ് ഇയാളായിട്ട് ഒരു ഫൈറ്റിന് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു EP ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഡീറ്റെയിൽസ് ഒന്നും, വണ്ടി ആരതാന്ന് മനസ്സിലാവില്ല. ചിലപ്പോൾ ആ സമയത്ത് വണ്ടിക്ക് മാറിയിട്ടുണ്ടാവും, ഒക്കെ വേറെ കാര്യം. പക്ഷെ എന്നിരുന്നാൽ പോലും വണ്ടി വിറ്റ് കളഞ്ഞിട്ടുണ്ടാകുന്നതാണ് ഉള്ള പരമാവധി ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പറ്റുന്നത്. മൂവബിൾസിൽ നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഒരു പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് ഈ ലോണിന്റെ കാര്യം, ബൈലോന്റെ പ്രൊവിഷൻസ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ബൈലോയിൽ നമ്മൾ പറഞ്ഞതിൽ അധികരിക്കാതെ എപ്പോഴും കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിപ്പോൾ നമുക്ക് കേസുകൾക്ക് നമുക്ക് എതിരായിട്ട് വരും. അതുകൊണ്ട് പരമാവധി ബൈലോയിൽ പറഞ്ഞിട്ടുള്ള തുകയ്ക്ക് അധികരിക്കാത്ത ലെവലിൽ കൊടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ബൈലോയിൽ മാറ്റം വരുത്താനുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ മൂവബിൾസിന്റെ കാര്യം പറഞ്ഞു. പിന്നെ നമ്മൾ ലീഗൽ ഹയേഴ്സിന്റെ ഡീറ്റെയിൽസ്, അത് ഏത് ലോണിനും നമ്മൾ ലീഗൽ ഹയേഴ്സ് ആരൊക്കെയാന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യണം. അപ്പൊ ഈ ലീഗൽ ഹയേഴ്സിന് കളക്ട് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, വൺസ് ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വീണ്ടും നമ്മുടെ ബുദ്ധിമുട്ടുക. അപ്പൊ ഇയാൾ ലോൺ അടയ്ക്കാതെ വരികയും ലോണി എന്ത് ചെയ്യും, മരണപ്പെടുകയും സാഹചര്യത്തിൽ പിന്നെ നമ്മൾ ആരാണ് ഇയാളെ നോമിനി എന്നൊക്കെ അവകാശി എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോകണം. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു പേരിലൊന്ന് നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ മുഴുവൻ പേരൊന്നും നമുക്ക് കിട്ടുന്ന പേരുകൾ ചിലപ്പോൾ കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു അഷ്റഫ് എന്നുള്ള ഒരാളാണ്, ചിലപ്പോൾ മുഹമ്മദ് അഷ്റഫ് എന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അബ്ദുള്ള അഷ്റഫ് എന്നുണ്ടാവും. ഇങ്ങനെ ആ ഒരു പേര് അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ആദ്യം കളക്ട് ചെയ്ത് വെക്കണം. അതർവൈസ് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഒരു രീതിയിൽ ചെന്ന് അന്വേഷിക്കുന്ന സമയത്ത് നമ്മൾ അഷ്റഫ്, സിദ്ദീഖ് എന്നൊക്കെ പേരുണ്ടാവും. ഇപ്പൊ 2-3 പേരൊക്കെ അയാളുടെ കൂടെ ഉണ്ടാവും. ആ പേരുകളൊക്കെ നമ്മൾ പലപ്പോഴും നമ്മളെ ഒരു ഇതിൽ നമുക്ക് ഒമിറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഈ ലീഗൽ ഹയേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യും. ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇതൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് ഗഹാൻ ലോണിന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളൊക്കെ തന്നെ, അല്ലെങ്കിൽ ഏതൊരു ലോണിനും ചെയ്യുമ്പോൾ ഒരേപോലുള്ള ക്രൈറ്റീരിയാസ് നമ്മൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഒരു ചെറിയ ലോൺ കൊടുക്കുകയാണെങ്കിൽ വലിയ ലോൺ കൊടുക്കുകയാണെങ്കിൽ വലിയൊരു എഫേർട്ട് സെയിം ആണ് എന്നുള്ള കാര്യം എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഷുവർട്ടി നമുക്കറിയാം, ഏതായാലും നമ്മുടെ പരിധിപ്പെട്ട ആളുകളായിരിക്കണം ഷുവർട്ടി നിൽക്കുക. ആ ഷുവർട്ടിയുമായി ബന്ധപ്പെട്ട അയാളുടെ അഡ്രസ്സും മറ്റുള്ള ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുക. അയാളുടെ പ്രൂഫുകൾ വാങ്ങുക. എപ്പോഴും പ്രൂഫിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യരുത്. അയാളുടെ KYCന്റെ അപ്ഡേഷന്റെ ഭാഗമായിട്ട് പാൻ കാർഡും ആധാർ കാർഡും ഒക്കെ പരമാവധി കളക്ട് ചെയ്യുക എന്നുള്ളത് പ്രധാനം തന്നെയാണ്.
പിന്നെ നമുക്ക് അറിയാം, ഓഫീസിൽ അപ്ലിക്കേഷൻ രജിസ്റ്റർ, ലോൺ അപ്ലിക്കേഷൻ രജിസ്റ്റർ ഉണ്ടാവണം. ലോൺ അപ്ലിക്കേഷൻ രജിസ്റ്റർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനൊരു ലോൺ അപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവണം. അത് നമ്മൾ റെഗുലർലി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ പ്രായോഗികമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ചിലപ്പോൾ അതൊന്നും പ്രായോഗികമായിട്ട് നടക്കില്ല. പക്ഷെ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞത് നമുക്കൊരു പ്രാക്ടിക്കൽ വേയിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നിരുന്നാലും അപ്ലിക്കേഷൻ രജിസ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഈവൻ അപ്ലിക്കേഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു എക്സൽ ഷീറ്റ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. എക്സൽ ഷീറ്റിൽ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഇന്ന് വന്ന ലോൺ ഇന്ന് കൊടുക്കേണ്ട വരുന്ന സാഹചര്യമൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഒരു സഹകരണ സംഘം എന്നുള്ള രീതിയിൽ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ സാഹചര്യം ഉണ്ടാവും. സാഹചര്യം വരുമ്പോഴും അപ്ലിക്കേഷൻ രജിസ്റ്റർ ഇവിടെ ഉണ്ടായിരിക്കണം. അതിൽ ഇയാളുടെ പേര് ഉണ്ടാവണം, അപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവുന്ന രീതി നമ്മൾ പരമാവധി പാലിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളത് കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ഇയാൾ അപ്ലിക്കേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഓഫീസിലെ നോട്ടും കാര്യങ്ങളൊക്കെ എഴുതുന്നു, അതിന്റെ റെക്കമെൻഡേഷൻ എഴുതുന്നു. അപ്പൊ അത് ചിലപ്പോൾ ഡയറക്ടറുടെ റെക്കമെൻഡേഷനിലൂടെ വന്നാവാം, അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷൻ ആവാം, അല്ലെങ്കിൽ സ്റ്റാഫിന്റെ റെക്കമെൻഡേഷൻ ആവാം. ഏത് റെക്കമെൻഡേഷൻ ആയാലും നമ്മുടെ സെക്രട്ടറിയുടെ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ മാനേജർ ലോൺ റെക്കമെൻഡേഷനോട് കൂടി നമ്മൾ ഈ ഫയൽ അടുത്ത ലെവലിലേക്ക് കൊണ്ടുവന്നു, ഭരണസമിതിയിൽ വെക്കുന്നു, പാസ്സാക്കുന്നു. ഈ രീതിയൊക്കെ അതൊക്കെ നമുക്ക് നോർമലി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാം. അപ്പൊ ഇനി പ്രൂഫിന്റെ കാര്യം ഇനി നമ്മൾ നേരത്തെ പ്രൂഫിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ആ പ്രൂഫ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി എ വാലിഡ് വൺ. വാലിഡ് ആയിട്ടുള്ള പ്രൂഫുകൾ തന്നെയാണ് നിങ്ങൾ വെക്കണമെന്ന് നമ്മൾ ആദ്യം KYC ആണ്. ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട്, മീൻസ് ഒരു മെമ്പറെ സംബന്ധിച്ചിടത്തോളം ലോണിന്റെ ഡോക്യുമെന്റേഷന്റെ ഭാഗമായിട്ട് അയാളെടുക്കുന്ന പ്രൂഫുകൾ വാങ്ങണം. ആ പ്രൂഫുകൾ വെരിഫൈ ചെയ്യണം. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞ ഇതൊന്ന് കുറച്ച് കഴിയുമ്പോൾ ആളുകൾ ഡിനൈ ചെയ്യും. ഞാൻ വന്നിട്ടില്ല, ഞാൻ ഒപ്പിട്ടിട്ടില്ല എന്നുള്ളതൊക്കെ പലപ്പോഴും പറയും. അതുകൊണ്ട് തന്നെ ഈ പ്രൂഫ് വാങ്ങണം, അത് വെരിഫൈ ചെയ്യണം. ഇതൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പം അയാളുടെ ഒരു ഫോട്ടോ ID പ്രൂഫ്, ഫസ്റ്റത്തെ പ്രൂഫ്, 1ാം നമ്പർ പ്രൂഫ് എന്ന് പറയുന്നത് ഫോട്ടോ ID പ്രൂഫാണ്. രണ്ടാമത് അയാളുടെ അഡ്രസ് പ്രൂഫാണ്. ഇത് എല്ലാ ആളുകൾക്കും, എല്ലാ ലോൺ എടുക്കുന്ന മെമ്പർമാര്, അത് വെദർ ഇറ്റ് ഈസ് ബോറോവർ ഷുവർട്ടി ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഫോട്ടോ ID പ്രൂഫ് ഉണ്ടാവാം. ഫോട്ടോ ID പ്രൂഫ് എന്ന് പറയുന്നത് പാൻ കാർഡ് ആവാം, ഇലക്ഷൻ ID കാർഡ് ആവാം, ഇങ്ങനെയൊക്കെ തുടങ്ങി ഫോട്ടോ ഉള്ള ഒരു ID കാർഡ് ആണ് ഫോട്ടോ ID പ്രൂഫ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ അഡ്രസ് പ്രൂഫാണ്. അഡ്രസ് പ്രൂഫ് ആധാർ കാർഡ് ആവാം. അപ്പൊ അഡ്രസ് പ്രൂഫായിട്ട് ആധാർ കാർഡ് ഒക്കെ എടുക്കാം. നമുക്ക് ഏറ്റവും പറയാൻ എളുപ്പം പാൻ കാർഡും ആധാർ കാർഡും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. ഇത് സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം. എപ്പോഴും ഒരു പ്രൂഫ് വാലിഡ് ആവുക അത് സെൽഫ് അറ്റസ്റ്റ് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ അത് സെൽഫ് അറ്റസ്റ്റഡ് അപ്ലിക്കേഷൻ ആധാർ കാർഡ് അല്ലെങ്കിൽ പ്രൂഫുകൾ ആവാൻ വേണ്ടി ശ്രമിക്കുക. ഇത് വന്നു കഴിഞ്ഞാൽ പ്രൂഫ് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് അറിയുന്ന ആളുകളാവാം, അറിയാത്ത ആളുകളൊക്കെ ആവാം. പലപ്പോഴും നമുക്ക് അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മാനേജർമാർ അല്ലെങ്കിൽ സെക്രട്ടറി ചെയ്യേണ്ടത് പാൻ വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ, പാൻ കാർഡും ആധാർ കാർഡും ഒക്കെ വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. ആധാറിൽ മൈ ആധാർ എന്ന് പറയുന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ ആധാർ കാർഡ് വാലിഡ് ആണോ എന്ന് അറിയാൻ പറ്റും. കാരണം നമുക്ക് പ്രായോഗികമായിട്ട് തന്നെ ഇങ്ങനത്തെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഓഫീസിൽ തന്നെ. അതായത് കസ്റ്റമർ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആധാർ കാർഡ് വ്യാജമായിരുന്നു. അയാൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആധാർ കാർഡ് വ്യാജമായിരുന്നു. അത് തിരിച്ചറിയണത് ഇയാൾ മരണപ്പെട്ട ശേഷമാണ്. ഇയാളൊരു പെട്ടെന്ന് മരണപ്പെടുകയും ഒരു വിഷയം ഉണ്ടാവുകയൊക്കെ ചെയ്തപ്പോഴാണ് ഇയാൾ സബ്മിറ്റ് ചെയ്ത ആധാർ കാർഡ് തെറ്റായിരുന്നു അല്ലെങ്കിൽ വ്യാജമായിരുന്നു എന്ന് മനസ്സിലാവും. കാരണം നമുക്ക് എന്ത് ചെയ്യും, ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പിയാണ് കൊണ്ടുതരിക അല്ലെ. അപ്പൊ ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പി കൊണ്ടുതരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, വേഗം ഫോട്ടോ കോപ്പി വാങ്ങിച്ചു വെച്ചിട്ട് നമ്മൾ ഇവിടെ വാങ്ങിച്ചു വെക്കുകയാണ് ചെയ്യുക. അപ്പൊ അവിടെ ഒരു ഒറിജിനൽ സീൻ ആൻഡ് വെരിഫൈഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാമ്പിങ് നമ്മുടെ മാനേജർക്ക് വേണം. കാരണം മാനേജറുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ പ്രത്യേകിച്ച് മറ്റു ലോണിനെ പോലെയല്ല, നമ്മൾ വേറെ ഒരു രേഖകളും പലപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് വാലിഡ് ആണോ എന്ന് വെരിഫൈ ചെയ്യേണ്ടത് ഉത്തരവാദിത്തമാണ്, മാനേജർമാരുടെ ഉത്തരവാദിത്തമാണ്. ഒറിജിനൽ സീൻ ആൻഡ് വെരിഫൈഡ് എന്ന് പറയുന്ന രീതി അത് ഞാൻ കണ്ടു ബോധ്യപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ അതിന്റെ ഒറിജിനൽ എപ്പോഴും വെച്ച് വെരിഫൈ ചെയ്യാൻ വേണ്ടി മാനേജർമാർക്ക് ശ്രമിക്കാവുന്നതാണ്. നല്ലൊരു പ്രാക്ടീസാണ്. ഇപ്പൊ അഡ്രസ് പ്രൂഫ്, അപ്പൊ നേരത്തെ പറഞ്ഞ പ്രൈമറി പ്രൂഫിൽ നമ്മൾ വീണ്ടും ഒന്നും കൂടി ഞാൻ പറയുന്നു, ആധാർ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടേഴ്സ് ID, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമുക്ക് അഡ്രസ് പ്രൂഫായിട്ട് എടുക്കാം. അപ്പൊ ആ എടുക്കുന്ന സമയത്ത് എപ്പോഴും ഒരു 3 months ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് ഏറ്റവും ലാസ്റ്റ്. നമ്മുടെ ഈ ലാസ്റ്റ് 3 monthsന്റെ ആണ്. ഏതെങ്കിലും കാലത്ത് ട്രാൻസാക്ഷൻ ചെയ്ത ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ അതിൽ ഉൾപ്പെടില്ല. ഇപ്പൊ ലേറ്റസ്റ്റ്
3 months സ്റ്റേറ്റ്മെന്റുകൾ എപ്പോഴും കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ സെക്കൻഡറി പ്രൂഫാണ് റേഷൻ കാർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ LPG കൺസ്യൂമർ ബില്ല് എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട്. അതൊക്കെ സെക്കൻഡറി പ്രൂഫുകളാണ്. ഫസ്റ്റ് പ്രൂഫുകൾ ഇല്ലെങ്കിൽ സെക്കൻഡറി പ്രൂഫുകൾ ആശ്രയിക്കുക എന്നുള്ളത് മാത്രമാണ്. പ്രിഫറബിളി ഫസ്റ്റ് പ്രൂഫിൽ തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ലോൺ അപ്ലിക്കേഷൻ കിട്ടുന്നു. അപ്പൊ ലോൺ അപ്ലിക്കേഷൻ കിട്ടുമ്പോൾ എന്തെല്ലാം വാങ്ങാം എന്നുള്ളതാണ്. അപ്പം പല രീതിയിൽ പല ആളുകളും പല ഒരു ഓപ്ഷൻസ് നോക്കാറുണ്ട്. അപ്പൊ ലോൺ വാങ്ങുന്ന സമയത്ത് നമ്മൾ എന്താണ് സെക്യൂരിറ്റി ആയിട്ട് വാങ്ങുന്നത്? പല സ്ഥലത്തും നികുതി ഷീറ്റ് മാത്രം വാങ്ങാറുണ്ട്. അതുപോലെ തന്നെ നികുതി ഷീറ്റും ആധാരത്തിന്റെ ഫോട്ടോ കോപ്പിയും വാങ്ങാറുണ്ട്. ബോറോവറുടെ അല്ലെങ്കിൽ ജാമ്യക്കാരന്റെ നികുതി ഷീറ്റ് വെച്ചിട്ടാണെങ്കിൽ ആ ജാമ്യക്കാരൻ നികുതി ഷീറ്റോ അല്ലെങ്കിൽ അയാളുടെ ആധാരത്തിന്റെ കോപ്പി വാങ്ങുന്ന ഒരു പ്രവണതയുണ്ട്. അത് പലപ്പോഴും നല്ല കാര്യമാണ് എന്നാണ് നമ്മളൊരു പ്രായോഗികമായിട്ട് പറയുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും EP കേസുകൾ ഫയൽ ചെയ്യുന്ന സമയത്ത്, ചിലപ്പം അത് സിവിൽ കോർട്ടിലാണ് നമ്മൾ ഫയൽ ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മളോട് മീൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും നമ്മൾക്ക് കയ്യിൽ ഇതൊന്നും ഇല്ലെങ്കിൽ കോടതി ഈ കേസുകളെ ഡിസ്മിസ് ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം രേഖകൾ നമ്മൾ ആദ്യം തന്നെ വാങ്ങിച്ചു വെക്കുമ്പോൾ വളരെ നന്നായിരിക്കും. അതായത് പല ബാങ്കുകളും, പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലൊക്കെ അധിക ബാങ്കുകളും വായ്പ കൊടുക്കുമ്പോൾ ആധാരത്തിന്റെ ഫോട്ടോ കോപ്പി പ്ലസ് ഈ നികുതി ഷീറ്റിന്റെ ഒരു കോപ്പി, ഈ 2 സാധനങ്ങളും അഡീഷണൽ ആയിട്ട് വാങ്ങാറുണ്ട് എന്നുള്ളതാണ്. അത് നല്ലൊരു പ്രാക്ടീസാണ്. ആ രീതിയിൽ അത് വാങ്ങാം. വെറും ആധാർ കാർഡും മറ്റും വാങ്ങിച്ചു വെച്ച് ലോൺ കൊടുക്കുന്നത് വെരി വെരി ഹൈ റിസ്ക് ആണ്. കാരണം പിന്നീട് നമുക്ക് ഇയാളുടെ ഡോക്യുമെന്റ്സ് ഒന്നും കോടതി ഇയാൾ ലോൺ അടയ്ക്കാത്ത സാഹചര്യത്തിൽ നമുക്ക് ഇയാൾക്ക് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കാറില്ല. അതുകൊണ്ട് ഒരു പരിധി വരെങ്കിലും, എന്നാൽ പോലും ഷുവർട്ടേസിന് ചിലപ്പോൾ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. പിന്നെ ഈ 50,000 രൂപയ്ക്ക് എല്ലാവരും നികുതി ഷീറ്റും ആധാരത്തിന്റെ കോപ്പിയും കിട്ടുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും കിട്ടൂല. അറ്റ്ലീസ്റ്റ് വായ്പക്കാരന്റെ ഡീറ്റെയിൽസ് എങ്കിലും, അതെങ്കിൽ നികുതി ഷീറ്റും ആധാരത്തിന്റെ കോപ്പിയെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നത് നല്ലൊരു പ്രാക്ടീസാണ്. ഇനി നമ്മൾ ഓഫീസ് നോട്ട് കൊടുക്കുന്നു. എന്താണ് നമ്മുടെ ഓഫീസ് സെക്രട്ടറി അതിന്റെ ഓഫീസ് നോട്ട് കൊടുക്കുന്നു, പ്രസിഡന്റ് ഡയറക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ കറന്റ്ലി പ്രിവെയിൽ ചെയ്ത് വരുന്ന പല പല രീതികൾ എന്ന് ചോദിച്ചാൽ അത്തരം രീതികളൊക്കെ നമുക്ക് അൺസെക്യൂർഡ് ലോണുകൾക്കും നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു സാധാരണ മാനേജറുടെ എൻക്വയറി റിപ്പോർട്ടൊക്കെ വേണം. ഏതൊരു ലോണായാലും, അത് വലിയ ലോണായാലും ചെറിയ ലോണായാലും, ആ എൻക്വയറി റിപ്പോർട്ടിൽ ഇയാളുടെ വരുമാനത്തെ കുറിച്ച് പറയണം, ഇയാളുടെ പേഴ്സണൽ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയണം, ഇയാളുടെ ലോണുകൾ, പ്രീവിയസ് ലോണുകളെ കുറിച്ച് പറയണം, ഇയാൾ ARC OTS EP കുറിച്ചൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണോ എന്നുള്ള രീതിയിലുള്ള ഓഫീസ് കമന്റ്സ് ഒക്കെ തന്നെ ഒരു മാനേജറുടെ റിപ്പോർട്ടായിട്ട് വരേണ്ടതുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ നിങ്ങൾ വിചാരിക്കുക 10,000 രൂപ ലോൺ കൊടുക്കുമ്പോൾ ഇതൊക്കെ ചെയ്യണോന്ന് ചോദിച്ചാൽ, ഒരു ലോൺ എന്ന് പറയുന്നത്, ലോൺ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്, അത് വെദർ ഇറ്റ് ഈസ് 10,000 ആണെങ്കിലും 10 ലക്ഷം ആണെങ്കിലും അത് ലോൺ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ബാങ്കിന്റെ അസറ്റ് ആണ്. അതുകൊണ്ട് ഇറ്റ് ഷുഡ് ബി ക്ലിയർ ആയിരിക്കണം, വാലിഡ് ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിൽ ഇത്രയൊക്കെ വേണം എന്ന് പറയുന്നത്. ഇനി ഇതൊന്നും ഇല്ലാതെ ഞങ്ങൾ ലോൺ കൊടുക്കുന്നുണ്ട്, ശരിയാണ്, എല്ലാവരും കൊടുക്കുന്നുണ്ട്. പലപ്പോഴും ഇതൊന്നും ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യം വരും, എല്ലാ സമയത്തും ആവശ്യം വന്നല്ല. ഒരു 1000 ലോൺ അല്ലെങ്കിൽ 100 ലോൺ ചെയ്യുമ്പോൾ ഒരാൾക്ക് എതിരെയുള്ള കേസിലായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ വേണ്ടി വരിക. അപ്പൊ നമുക്ക് ആ ഒരാളെ അറിയാത്തത് കൊണ്ട് നമ്മൾ എല്ലാ ലോണുകൾക്കും പൊതുവെ എല്ലാം ചെയ്തു വരിക എന്നുള്ളതാണ് നമ്മുടെ പ്രാക്ടീസ് എന്ന് പറയുന്നത്. മാനേജറുടെ നോട്ട് വേണം, അതിലെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് അയാൾ ചെയ്യുന്നു, അതിൽ ചെയ്യും. പിന്നെ പല ബാങ്കുകളും ചെയ്യുന്ന ഒരു ഫോളോ ചെയ്യുന്ന ഒരു മാർഗമാണ്. ഇതൊരു ക്ലാസ് അല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ, നമുക്ക് ഒരു ഡിസ്കഷൻ ആയിട്ടുള്ള സെഷനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ FI റിപ്പോർട്ട്, ഫീൽഡ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ വെക്കാറുണ്ട്. അതായത് ഈ അൺസെക്യൂർഡ് ലോണുകൾ ആണെങ്കിൽ പോലും അയാളുടെ വീട്ടിൽ പോയിട്ട് നമ്മുടെ ഒരു ആള്, നമ്മുടെ സ്റ്റാഫ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഏജന്റ്, ഡെയിലി ഡെപ്പോസിറ്റ് ഏജന്റ്, നമുക്ക് ആരാണോ നമുക്ക് വിശ്വസ്തനായ ഒരാളെ വിട്ട് ഈ FI റിപ്പോർട്ട് എടുക്കും, ഫീൽഡ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ എടുക്കാറുണ്ട്. പല ബാങ്കുകളും അത് ഫോളോ ചെയ്തു വരുന്ന രീതിയാണ്, വളരെ സക്സസ്ഫുൾ ആണ് എന്ന് തന്നെ അതിനെ കുറിച്ച് വേണ്ടി പറയാം. അവര് ഇയാളെ വീട്ടിൽ പോകുന്നു, വെരിഫൈ ചെയ്യുന്ന ആ വീടും അഡ്രസ്സും, അയാൾ തന്ന അഡ്രസ്സും ഇയാൾ തന്ന അഡ്രസ്സും താമസിക്കുന്ന അഡ്രസ്സും കറക്റ്റ് അല്ലേ എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് 1-ാം നമ്പർ
പ്രിഫറൻസ്. ഒന്നാം നമ്പർ പ്രിഫറൻസ് എന്ന് പറയുന്നത് അയാൾ തന്ന ആധാർ കാർഡ് വേറെ അഡ്രസ്സും അയാൾ താമസിക്കുന്നത് വേറെ സ്ഥലത്തും, അല്ലെങ്കിൽ അയാൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലാവാം, വാടകയ്ക്കാവാം, അങ്ങനെ പല സാഹചര്യങ്ങളായിരിക്കും. അപ്പൊ അത് രണ്ടുള്ള മിസ്മാച്ച് ആണ് അതിൽ ഫസ്റ്റ് പ്രിഫറൻസിൽ തന്നെ കണ്ടെത്താറുള്ളത്. അത് നല്ലൊരു മാർഗമാണ്. അത് നാഷണലൈസ്ഡ് ബാങ്കുകളൊക്കെ വലിയ ഏജൻസികളെ വെച്ച് ചെയ്യുമ്പോൾ സഹകരണ ബാങ്കിന് ചെയ്യാൻ പറ്റാവുന്ന ഏജൻസികളെ വെച്ചിട്ട്, ഏജൻസി മീൻസ് നമ്മുടെ സ്റ്റാഫോ അല്ലെങ്കിൽ കളക്ഷൻ ഏജന്റുമാരൊക്കെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ FI റിപ്പോർട്ട്സ് എടുക്കാൻ വേണ്ടി പറ്റും. അത് നല്ലൊരു പ്രവണതയാണ്. ഇപ്പൊ നമുക്ക് അറിയുന്ന ആളുകളാണെങ്കിലും നമ്മളൊരു സ്ഥാപനത്തില് കുറെ കാര്യങ്ങൾ ഫോളോ ചെയ്യും. എന്താണ് FI റിപ്പോർട്ടിൽ എന്ന് പറഞ്ഞാൽ, FI റിപ്പോർട്ടിൽ പൊതുവെ വീട്, സ്ഥലം, അഡ്രസ് വെരിഫിക്കേഷൻ, വീടിനെ കുറിച്ചിട്ട് അതിലുള്ള ഒരു 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 ചെറിയൊരു പ്രാഥമികമായ റിപ്പോർട്ട്. കാരണം എല്ലാ ആളുകളെയും സെക്രട്ടറിക്ക് പോകാൻ പറ്റില്ല, എല്ലാവരും വീട്ടിൽ പോകാൻ പറ്റില്ല. നമുക്ക് കുറെ ആളുകളൊക്കെ നമുക്ക് അറിയുന്ന ആളുകൾ ഉണ്ടാവും, കേട്ടറിഞ്ഞ ആളുകളുണ്ടാവും, പല റെക്കമെൻഡേഷനിലായിരിക്കും പല ആളുകളും വരിക. അത്ര ആളുകൾ വരുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് ഒരു ക്ലിയർ പിക്ചർ കിട്ടുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ടൈം സ്റ്റാമ്പ്ഡ് ഫോട്ടോ, അതായത് ഈ FI പോണ ആള്, ഈ FI പോകുന്ന ആളുകൾക്ക് ആ വീടിന്റെ ഒരു ഫോട്ടോ വേണം എന്നും കൂടി ഇവരോട് പറയാം. അപ്പൊ ഈ FI ടൈം സ്റ്റാമ്പ്ഡ് ഫോട്ടോയ്ക്ക് ഗുണം എന്താ വെച്ചാൽ അയാൾ പോയ സമയവും അതിന്റെ കോർഡിനേറ്റ്സ് ഒക്കെ ആ ഫോട്ടോയിൽ ഉണ്ടാവും. അപ്പൊ അയാൾ പോയിട്ടുണ്ടോന്നും അറിയാം. പക്ഷെ സ്വാഭാവികമായും പല ബാങ്കുകളും ഈ FI റിപ്പോർട്ട് കൊടുക്കുന്ന ആളുകൾക്ക് 100 രൂപയൊക്കെ ചാർജ് കൊടുക്കാറുണ്ട്, ഒരു എക്സ്പെൻസ് എഴുതി കൊടുക്കാറുണ്ട്. അതിന് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. ലോൺ കൊടുത്തതിന് ശേഷം പിന്നെ പോയിട്ട് കാര്യമില്ലല്ലോ. ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ആളാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അത്തരം വായ്പകൾ റിജക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് FI എന്ന് പറയുന്ന ഫീൽഡ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെങ്കിലും ചുമതലപ്പെടുത്തുന്നത്. അത് മറ്റൊരു റവന്യൂ ആയിരിക്കും. നമുക്ക് ഒരു ആദ്യം തന്നെ ഈ വീടിന്റെ ഫോട്ടോ ഒക്കെ കണ്ട് നമുക്കും ബോധ്യപ്പെടാൻ അത് ഉപകരിക്കുന്നതാണ്. പിന്നെ റോഡ് ആക്സസിനെ കുറിച്ചിട്ടൊക്കെ അതിൽ പ്രത്യേകിച്ച് പറയണം. അപ്പൊ ഇയാള് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള അയാളുടെ ഒരു കമന്റും കൂടി അതിൽ എഴുതാം. അത് പോയ ആളുടെ കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതും, പിന്നെ റൂട്ടോ അതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു റൂട്ട് മാപ്പ് അല്ലെങ്കിൽ ലാൻഡ് മാർക്ക് ഒക്കെ അതിൽ രേഖപ്പെടുത്താനുള്ള ഒറ്റ സിംഗിൾ പേജ് സാധനം മാത്രം മതി. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. അയാള് അവിടെ പോയി കഴിഞ്ഞാൽ അഡ്രസ്സ്, പ്രൂഫുള്ള അഡ്രസ്സും ഇയാളുടെ വീട്ടിലുള്ള അഡ്രസ്സും സെയിം ആണോ എന്നുള്ള ആദ്യം ചെക്ക് ചെയ്യാം. പിന്നെ ഇയാളെ കുറിച്ചിട്ട് ജസ്റ്റ് ഒരു അന്വേഷണം കൂടി. ഇതാണ് ഈ FI റിപ്പോർട്ട്സ്. പല ബാങ്കുകളും ഇത് ഫോളോ ചെയ്ത് വരുന്നുണ്ട്. പലർക്കും തന്നെ വലിയൊരു റിസൾട്ടുകളാണ് അത്തരം കാര്യങ്ങൾക്കുള്ളത്. അപ്പൊ ഈ ടൈം സ്റ്റാമ്പ്ഡ് ഫോട്ടോ എന്ന് പറയുന്നത് നമ്മുടെ അങ്ങനെ ഒരാളെ വെക്കുകയാണെങ്കിൽ അയാൾ ചെയ്യുന്നത് കാര്യം കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി പറ്റും. അപ്പൊ അതുകൂടി പറ്റും. പിന്നെ കാരണം ചില സമയത്ത് നമ്മൾ തെരഞ്ഞു പോകുമ്പോൾ EP തെരഞ്ഞു പോകുന്ന സമയത്ത് പലരും പറയും അവിടെ ആ വീട് തന്നെ ഇല്ല അല്ലെങ്കിൽ സ്ഥലം തന്നെ ഇല്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ഓപ്ഷൻസ് ടൈം സ്റ്റാമ്പ്ഡ് ഫോട്ടോയും കൂടി വേണം എന്ന് പറയുന്നത്. ഇനി ഒരു മിനിറ്റ്. അതേപോലെ ഇപ്പൊ നമുക്കത് വേറെ കുറച്ചും കൂടി നമുക്ക് ഓരോ സാഹചര്യങ്ങളിലും മാറി വരുന്ന കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഇങ്ങനെ സാഹചര്യങ്ങൾ നമുക്കൊരാളെ ലോൺ കൊടുക്കുന്നതിന് മുന്നേ, അത് ഏത് ലോണാണ്, വെദർ ഇറ്റ് ഈസ് ഗഹാൻ അല്ലെങ്കിൽ മറ്റ് ലോൺ, ഏത് ലോൺ ആണെങ്കിൽ നമുക്ക് പോകുമ്പോൾ നമുക്ക് എടുക്കാവുന്ന ഏറ്റവും പുതിയ ഒരു ഡീറ്റെയിൽസ് ആ സ്ഥലത്തിന്റെ, ആ വീടിന്റെ DigiPin എടുക്കുക എന്നുള്ളതാണ്. DigiPin എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യ പോസ്റ്റ് ഇറക്കിയിട്ടുള്ള പിൻകോഡാണ്. പക്ഷെ ഭയങ്കര എഫക്റ്റീവ് ആണ് കേട്ടോ. നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. DigiPin എന്ന് പറയുന്നത് വളരെ കുറേയും കൂടി നിലവിലുള്ള ഗൂഗിൾ മാപ്പിനേക്കാളും കുറേയും കൂടി എഫക്റ്റീവായിട്ട് നമുക്ക് DigiPin ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അത് ആ സ്ഥലത്ത് നിന്ന് ആ DigiPinന്റെ ഇന്ത്യ പോസ്റ്റിന്റെ സൈറ്റുകളിലൊക്കെ അത് അവൈലബിൾ ആണ്. അപ്പൊ ആ DigiPostiന്റെ ഓരോ ഒരു വീട്ടിൽ ചെന്നാല് അതിന് ഏകദേശം അവർ പറയുന്നത് 4 മീറ്റർ അക്യുറസിയാണ്. അപ്പൊ ഓൾമോസ്റ്റ് ആ വീടിനടുത്ത് 4 മീറ്റർ വരെയുള്ള അക്യുറസി ഉണ്ട് എന്നാണ് അവകാശം. അത് കുറേയും കൂടി എല്ലാ ഭാഗങ്ങളിലും വളരെ കൃത്യമായിട്ടുള്ള DigiPin നമ്പറുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ നമ്പർ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇതിലൊരു ഗുണം എന്താ വെച്ചാൽ നാളെ ഇയാൾ തെരഞ്ഞു പോകുമ്പോൾ, ഈ വീട് തെരഞ്ഞു പോകുമ്പോൾ നമുക്ക് ഭയങ്കര വളരെ സൗകര്യമായിരിക്കും. അപ്പം ആ ഒരു സൗകര്യം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ലോൺ
തിരിച്ചു പിടിക്കാനും വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം, മറ്റുള്ള നടപടികൾക്ക് ഉപയോഗിക്കാം. എല്ലാം കൊണ്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണകരമാണ്. ഇനി അതുപോലെ അത് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ തന്നെ ലോൺ സാങ്ഷനിങ് ഓർഡർ, അത് ഏതൊരു ലോണാണെങ്കിലും ലോൺ സാങ്ഷൻ ചെയ്തതിനുള്ള ഒരു ഓർഡർ കൊടുക്കണം. അപ്പൊ അതൊരു മാൻഡേറ്ററി റൂളാണ്, അല്ലെങ്കിൽ മാൻഡേറ്ററി ആണ്. ലോണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ലോൺ സാങ്ഷനിങ് ഓർഡർ ആണ്. അതുകൊണ്ട് തന്നെ ലോൺ സാങ്ഷനിങ് ഓർഡർ ഉണ്ടായിരിക്കണം. നമുക്കറിയാം, ലോൺ സാങ്ഷനിങ് ഓർഡറിൽ എന്താ വേണ്ടത്? ലോൺ എമൗണ്ട് ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം, പെനാൽറ്റിന്റെ ഇൻട്രസ്റ്റ് ഉണ്ടാവണം, EMI കുറിച്ചിട്ട് ഉണ്ടാവണം, ടെനറിനെ കുറിച്ചിട്ട് ഉണ്ടാവണം, അതുപോലെ അതർ ചാർജസ്, മറ്റുള്ള ചാർജസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള കാര്യങ്ങളൊക്കെ അതിൽ ആ ലോൺ സാങ്ഷനിങ് ഓർഡറിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഇത്തരം വായ്പകൾക്ക് എന്ത് വേണം? ലോൺ എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. ലോൺ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും ഒരു എഗ്രിമെന്റ് ഒരു വായ്പയിൽ ഉണ്ടാവണം. ആ വായ്പയിൽ ഒന്നാം കക്ഷി ബാങ്ക് ആയിരിക്കണം, രണ്ടാം കക്ഷി ലോൺ എടുക്കുന്ന ആളായിരിക്കണം, മൂന്നാം കക്ഷി നാലാം കക്ഷിയൊക്കെ നമ്മുടെ ഈ ബോറോവർ ഷൂറിറ്റി ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ലോൺ എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. അതിൽ ഡേറ്റ് ഓഫ് എഗ്രിമെന്റ് പ്രധാനമാണ്. അതിൽ ഈ ലോൺ എഗ്രിമെന്റിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ KCS ആക്ട് പ്രകാരമുള്ള ആർബിട്രേഷനെ കുറിച്ചുള്ള ഒരു പോയിന്റ്, അത് എന്താണ് ആർബിട്രേഷൻ പ്രകാരം ഇയാൾക്ക് നടപടികൾക്ക് ഇയാൾക്കുള്ള പ്രൊവിഷൻസിനെ കുറിച്ചിട്ടുള്ള ഒരു സൂചന, അയാൾക്ക് അതിനെ സമീപിക്കാവുന്നതാണെന്നുള്ള ആർബിട്രേഷൻ ക്ലോസ് ഉണ്ടായിരിക്കണം. ലോണിന്റെ ഡീറ്റെയിൽസ്, EMI ഡേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലോൺ അഗ്രിമെന്റിൽ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഇതൊക്കെ ഒരു ലോൺ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ചെറിയ ലോണ്, മീൻസ് ചില ലോണുകൾക്കും ഡോക്യുമെന്റ്സ് ഇല്ലാതെ ഗഹാൻ രേഖപ്പെടുത്തുന്ന പല സംഘങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അതും നല്ല ഒരു പ്രവണതയാണെന്ന് ചോദിച്ചാൽ വളരെ എഫക്റ്റീവാണ്. അതായത് ഫോം 8A ആണല്ലോ നമ്മൾ ഒപ്പിടിക്കാറുള്ളത്. ആ ഫോം 8A എന്ത് ചെയ്യാം? കസ്റ്റമറോട്, മീൻസ് മെമ്പർ അടുത്തുനിന്ന് ഫോം 8A കൂടി ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഗഹാൻ ചെയ്യുന്ന സംഘങ്ങളുണ്ട്. അതിൽ തെറ്റുകളുണ്ടോയെന്ന് ചോദിച്ചാൽ തെറ്റുകളൊന്നും ഇല്ല. കാരണം എവിടെയും തന്നെ ഫുൾ ഒറിജിനൽ ഡോക്യുമെന്റ് നമ്മുടെ കയ്യിലാണ് എന്നുള്ള കാര്യമൊന്നും അവിടെ പറയുന്നില്ല. അയാൾക്ക് ലോണ് വേറെ മറ്റ് കുടിക്കടമൊന്നും ഇല്ല എന്നുള്ളൊരു സത്യവാങ്മൂലം മാത്രമാണ് അയാളത് പറയുന്നത്. ആ ഒരു 8A കസ്റ്റമർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഗഹാൻ ജസ്റ്റ് ചേർത്തത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതിന് തെറ്റുകളൊന്നുമില്ല. കാരണം ഇനിയിപ്പോൾ അതുമായി സംബന്ധിച്ചൊരു കേസോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അയാൾക്ക് അത്ര പൈസ വേണ്ടി വരില്ല ഈ ലോൺ അടയ്ക്കാൻ. ചെറിയ ലോണല്ലേ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സംഘങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് നല്ലൊരു പ്രാക്ടീസായിട്ട് തള്ളിക്കളയേണ്ടാത്ത ഒരു പ്രാക്ടീസാണ്. ചില നമുക്ക് സംശയമുള്ള കേസുകളൊക്കെ വേണമെങ്കിൽ ഫോം 8A ഗഹാൻ, കാരണം നിവേശിച്ചിട്ടും ആധാരത്തിന്റെ കോപ്പികൾ വാങ്ങുന്നുണ്ടല്ലോ, വാങ്ങുന്ന സാഹചര്യത്തിൽ ഗഹാൻ ഷീറ്റ് മാത്രം അപ്ലോഡ് ചെയ്യുക. മറ്റൊരു സാധനങ്ങളും കുടിക്കടം മറ്റുള്ള സാധനങ്ങളൊന്നും ഇല്ല, വെറും ഗഹാൻ മാത്രം. കാരണം അയാളെ സംബന്ധിച്ചൊരു നാളെ അയാൾ വേറെ എവിടെയെങ്കിലും ലോണും കാര്യങ്ങളും എടുക്കാൻ വരുമ്പോൾ ഇത് ഇയാൾ ക്ലോസ് ചെയ്തേ മതിയാവൂ. കാരണം ഗഹാൻ ചെയ്യുന്ന സമയത്ത് സൈൻ ബിഫോർ മീ എന്ന് മാത്രമേ ഉള്ളൂ, സെക്രട്ടറിന്റെ മുന്നിൽ സൈൻ ചെയ്തു എന്നുള്ളത് മാത്രമേ അവിടെ പറയേണ്ടുള്ളൂ. അപ്പൊ അതും നമുക്ക് എടുക്കാവുന്ന ചില സംഘങ്ങൾ ചെയ്യാറുണ്ട്. അത് കുറച്ചും കൂടി അവരുടെ റീപേയ്മെന്റിന്റെ എഫക്റ്റ് വളരെ കുറച്ചും കൂടി നന്നായിട്ടൊക്കെ കാണാറുണ്ട് കേട്ടോ. വലിയ ലോണുകൾ അവർക്ക് ചില കേസുകൾക്കൊക്കെ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അവര് നേരെ കയറിയിട്ട് ചെയ്യുന്ന രീതിയും കാണാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് സമയത്ത് ഇയാൾ എന്ത് വന്നാലും ആ സാഹചര്യത്തിൽ വന്നിട്ട് ക്ലോസ് ചെയ്യേണ്ടി വരും. കാരണം ഇയാൾക്ക് വേറെ ലോൺ എടുക്കുന്ന സാഹചര്യം ആയാലും അല്ലെങ്കിൽ സെയിൽ നടക്കുന്ന സാഹചര്യമാണെങ്കിൽ എന്ത് വന്നാലും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു എന്നുള്ളത് ഫാക്ട് ആണല്ലോ. അപ്പൊ അത് ലോൺ അടയ്ക്കുമ്പോൾ ഒഴിമുറി കൊടുക്കുന്നതോടുകൂടി ആ വിഷയം തീരും. വലിയ തർക്കത്തിലേക്കൊന്നും പോവാറില്ല എന്നാണ് പലരോടും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അതൊരു പ്രാക്ടീസ് ആയിട്ട് നമുക്ക് എടുക്കുന്നുണ്ട്, തള്ളിക്കളയേണ്ടാത്ത സാഹചര്യങ്ങളൊക്കെ. അതുപോലെ പിന്നെ നമ്മള് വേണ്ട നമ്മളെ പ്രോമിസറി നോട്ട് ഒബ്വിയസ്ലി ഉണ്ടാവണം. അതുപോലെ തന്നെ ഈ പ്രോമിസറി നോട്ട് ഉണ്ടാവുമ്പോൾ തന്നെ പ്രോമിസറി നോട്ടിന്റെ കാലാവധി പൊതുവെ 3
വർഷമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ AOD അക്നോളജ്മെന്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്ന ഒരു രണ്ടാമത്തെ ഡോക്യുമെന്റ് കൂടി അതിൽ ഡേറ്റ് ഇടാതെയാണ് സാധാരണ സൈൻ ചെയ്ത് വാങ്ങിച്ചു വെക്കാറുള്ളത്. അത് മറ്റേ ഈ പ്രൊമിസറി നോട്ടിന്റെ കാലാവധി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ AOD എന്ന് പറയുന്ന ഒരു ഷീറ്റ് ഉപയോഗിക്കാറുള്ളത്. പല കൊമേഴ്സ്യൽ ബാങ്കുകളും അത് സാധാരണ 2-3 ഡേറ്റ് ഇടാതെ ഒപ്പിടിച്ച് വാങ്ങിച്ചു വെക്കാറുണ്ട്. കാരണം നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ അതിനൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ AOD അതിന് ഉപയോഗിക്കാറുള്ളത്. പിന്നെ ലോണിനെ സംബന്ധിച്ചിടത്തോളം ലോൺ ഷെഡ്യൂൾ തീർച്ചയായിട്ടും EMIന്റെ ഷെഡ്യൂളിന് സൈൻ ചെയ്യണം. കാരണം ഇത്ര ഷെഡ്യൂളിൽ തിരിച്ച് അടയ്ക്കാന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ലോൺ ചെയ്ത ശേഷം നമ്മൾ ഇപ്പൊ സിസ്റ്റത്തിലാണ് എല്ലാവരും ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ലോൺ ലെഡ്ജർ പ്രിന്റ് ഔട്ട് എടുത്തതിന്റെ കൂടെ വെക്കാറുണ്ട്. അതൊരു നല്ല പ്രാക്ടീസാണ്. അത് ഭാവിയിൽ EP കാര്യങ്ങളൊക്കെ ഫയലിൽ സമയത്ത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ലോൺ ലെഡ്ജർ ഉപയോഗിക്കും. കാരണം സിസ്റ്റത്തിലാകുമ്പോൾ പലരും ഇപ്പൊ ലോൺ ലെഡ്ജർ ഒന്നും മിക്കവാറും ബാങ്കുകളൊന്നും ലോൺ ലെഡ്ജർ ഒന്നും ഫോളോ ചെയ്യാറില്ല. അതായത് മീൻസ് ബുക്കിൽ എഴുതാറില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ ഇത്തരം ഫസ്റ്റ് ലോൺ ചെയ്ത ഉടനെ ഈ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഇതിൽ സൈൻ ചെയ്യിപ്പിച്ച് വെക്കാറുണ്ട്. അത് ഭാവിയിലെ EP ആവശ്യത്തിനും കൂടി വേണ്ടിയിട്ടാണ് അത് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫണ്ട് ട്രാൻസ്ഫർ, അതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ഇത്തരം അൺസെക്യൂർഡ് ലോണുകൾക്ക് ഞാൻ വായ്പ എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ലോണുകളാണെങ്കിൽ പോലും പലപ്പോഴും ആളുകൾക്ക് പറയാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഞാൻ ലോൺ എടുത്തില്ല. ചിലപ്പോൾ അയാൾ മനഃപൂർവ്വം മറന്നുപോയതാവും, അല്ലാതെ മറന്നുപോയതാവും, അല്ലെങ്കിൽ ഒരുപാട് സ്ഥലത്ത് ബാങ്ക് ലോൺ എടുത്തപ്പോൾ അയാൾ വിട്ടു കളഞ്ഞതായിരിക്കും. ഇങ്ങനെയൊക്കെ പല സാഹചര്യങ്ങളും ഉണ്ടാവും. അതിൽ പല ബാങ്കുകളും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട്. അതും നല്ല ഒരു ബെസ്റ്റ് പ്രാക്ടീസസ് ആണെന്ന് പറയാം. അതായത് 25,000 ലോൺ ആണെങ്കിൽ അതർ ബാങ്കിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാറുള്ള പല ബാങ്കുകളും. അത് നല്ലൊരു പ്രവണതയായിട്ട് തന്നെ കാണാം. അതൊരു വാലിഡ് ആയിട്ടുള്ള തെളിവ് കാണാം. അയാൾക്ക് ലോൺ വാങ്ങി എന്നുള്ളതിന്റെ ഒരു തെളിവ് എന്താ, ആ ബാങ്കിൽ ഇപ്പൊ ഈ ബാങ്കിൽ ഇല്ലെങ്കിൽ ആ ബാങ്കിൽ ഉണ്ടാവുമല്ലോ. ആ ഡീറ്റെയിൽസ് എല്ലാ കാലത്തും അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം നാളെ ലോൺ എടുത്തില്ല എന്നുള്ള വാദങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കി ഒരൊറ്റ ട്രാൻസാക്ഷനിൽ തന്നെ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ വെക്കുന്നു നമ്മുടെ ഫൈനൽ ഡോക്കറ്റ് വെക്കുന്നു, ലോൺ വൗച്ചർ വെക്കുന്നു. ഇതൊക്കെ നമുക്കറിയാം സാധാരണ രീതിയിൽ ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ ലോണിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സുകൾ വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കുക, ബോർഡ് നമ്മുടെ ബൈലോ പ്രകാരമുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഭരണസമിതി തീരുമാനം മുൻകൂട്ടിയിട്ടാണ്. ചിലപ്പോൾ ഒരു പക്ഷെ നമ്മള് പിന്നെ ചെയ്താലും നമുക്കറിയാം നമ്മുടെ ബൈലോയിൽ പറഞ്ഞിട്ടുള്ളത് മുൻകൂർ അനുമതിയാണെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഡേറ്റ് ശ്രദ്ധിക്കണം. ലോൺ ഡിസ്പേഴ്സ്മെന്റ് ഡേറ്റ് അതിനനുസരിച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഈ ലോൺ സാങ്ഷനിങ് ഓർഡർ, അതുപോലെ തന്നെ ലോൺ അഗ്രിമെന്റിന്റെ ഡേറ്റ്, ലോൺ ചെയ്യുന്ന ഡേറ്റ് തന്നെ വേണമെന്നില്ല. ലോൺ അഗ്രിമെന്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ലോൺ അഗ്രിമെന്റിന് ഒരു ഡേറ്റ് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ആസ് പെർ ബോർഡ് ഇത്രാമത്തെ റെസൊല്യൂഷൻ പ്രകാരമാണ് ഞങ്ങൾക്ക് ബോർഡ് അനുവദിക്കുന്നത്. അപ്പൊ ആ അനുവദിച്ചു കഴിഞ്ഞ ശേഷമുള്ള ഒരു ഡേറ്റും ലോൺ കൊടുക്കുന്നതിന് മുന്നത്തെ ഡേറ്റോ അല്ലെങ്കിൽ ലോൺ കൊടുക്കുന്ന തീയതിയിലുള്ള ഡേറ്റ് ആയാലും നമുക്ക് ഓക്കെയാണ്. ഇത് വേണമെങ്കിലും നമുക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രിഫർ ചെയ്താൽ, ഇപ്പൊ നമ്മൾ ലോൺ സാങ്ഷൻ ചെയ്തു, ഇപ്പൊ ലോൺ കൊടുത്തു കഴിഞ്ഞു, ലോൺ കൊടുക്കാനുള്ള ഒരു ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെ സെറ്റ് ആക്കി കഴിഞ്ഞു. നമ്മൾ മനുഷ്യരാണ്, നമ്മുടെ ഓഫീസിലുള്ള ഒരുപാട് ജോലികൾക്കിടയിലായിരിക്കും ഈ ഡോക്യുമെന്റേഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഈ ലോണിന്റെ ഫയല് ഒരാളും കൂടി അഡീഷണൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന രീതി, ഒരു അഡീഷണൽ ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും. ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവാൻ മീൻസ് ആദ്യം നമ്മൾ ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കണം. ആ ചെക്ക് ലിസ്റ്റ് പ്രകാരം ഈ അൺസെക്യൂർഡ് ലോൺ എന്തൊക്കെയാണോ നമ്മളെ ബാങ്ക് തീരുമാനിക്കുന്നത്, ഇന്ന സാധനങ്ങളാണെങ്കിൽ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിൽ പേരുണ്ടോ, അതിൽ സൈൻ ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ ചെക്കിലുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ഈ ഡോക്കറ്റിന്റെ തൊട്ട് മുന്നിൽ, അതായത് നമ്മുടെ ലോൺ അപ്ലിക്കേഷന്റെ ഫ്രണ്ട് സൈഡിൽ വെക്കുക. ആ ഒരു ലോൺ ഡോക്കറ്റ് വെച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരാളും കൂടി ഒരു ക്രോസ് ചെക്കിങ്. നമ്മുടെ എപ്പോഴും ഞാൻ പറഞ്ഞു, മനുഷ്യരാണ്, തിരക്കിനിടയിൽ പലതും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഒരാളെ കൊണ്ടും കൂടി അഡീഷണൽ ആയിട്ട് ഒരു ക്വാളിറ്റി ചെക്ക് നമ്മൾ സംഭവിക്കുക. ആ ക്വാളിറ്റി ചെക്കിൽ പലപ്പോഴും സൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചിലപ്പോൾ ലോൺ അപ്ലിക്കേഷനിൽ ചിലപ്പോൾ കസ്റ്റമർ സൈൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ വൗച്ചറിൽ ഒപ്പിടാനുണ്ടാവും. അങ്ങനെ തുടങ്ങിയിട്ട് എവിടെയെങ്കിലൊക്കെ ഒപ്പിടതോ അല്ലെങ്കിൽ പ്രൂഫ് തമ്മിലുള്ള പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഈ ചെക്ക് ലിസ്റ്റ് പരിശോധിച്ചുകൊണ്ട് അടുത്ത ആള്, അതായത് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആള് ഒരു ക്രോസ് ചെക്ക് ചെയ്യാം.
ഇയാൾ ചെയ്യുന്നപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള രീതികളിൽ ഏതെങ്കിലുമൊക്കെ തെറ്റുണ്ടാവാം. അപ്പൊ അതിലെ ഒരു കൊറീസ് ഇയാൾക്ക് പറയാം, വീണ്ടും ഇയാൾക്ക് ഈ ഫയൽ തിരിച്ചു കൊടുക്കാം, ഇയാൾ വീണ്ടും കറക്റ്റ് ചെയ്യാം. പറഞ്ഞു വരുന്നത് വെച്ചാൽ ഒരാള് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണം. നമ്മൾ ഏതൊരു ലോണ്, ഞാൻ നേരത്തെ ആദ്യ തുടക്കത്തിൽ പറഞ്ഞു, ഇനി ഗഹാന്റെ ലോൺ ആയാലും ശരി, നിങ്ങൾ അൺസെക്യൂർഡ് ആണെങ്കിലും ശരി, ഏത് ടൈപ്പ് ഓഫ് ലോൺ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ചെയ്യാനുള്ള പണിയും പ്രൊസീജിയറൊക്കെ ഒന്നാണ്. അതുകൊണ്ട് തന്നെയല്ലേ നമ്മളെങ്ങോട്ട് വലിയ ബാങ്കുകളൊക്കെ ഇത്തരം ലോണുകൾ കൊടുക്കാൻ മടിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ലോൺ അപ്ലിക്കേഷൻ ഫോമിൽ ചെയ്യാനുള്ള ബെസ്റ്റ് പ്രാക്ടീസസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇത്തരം പ്രാക്ടീസുകളാണ് നമുക്ക് നമ്മൾ ഫോളോ ചെയ്യാൻ പല സംഘത്തിൽ, ഇപ്പൊ ഞാനൊരു സംഘത്തിൽ നിന്ന് എടുത്ത കാര്യമല്ല, പല പല സംഘങ്ങളിൽ നിന്ന് അവരുടെ ഏറ്റവും നല്ല മാതൃകകളിലും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഒന്നും കൂടി ലോൺ അപ്ലിക്കേഷനിൽ എന്തൊക്കെ വേണം എന്നും കൂടി ഞാനിൽ പറയും. അപ്പൊ ഒരു ലോൺ അപ്ലിക്കേഷനിൽ ഒന്ന് വേണ്ടത് ചെക്ക് ലിസ്റ്റ്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെക്ക് ചെയ്യാനുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവണം. ലോൺ വൗച്ചർ ഉണ്ടായിരിക്കണം. ആ ലോൺ വൗച്ചറിന് 2 കോപ്പി ഉണ്ടാവണം. എന്തുകൊണ്ടാണ് ഈ 2 കോപ്പി പറഞ്ഞാൽ, ഒരു കോപ്പി നമ്മൾ ഈ കെട്ടിന്റെ കൂടെ നമ്മൾ സാധാരണ ഡെയിലി റെസിറ്റ് ആൻഡ് വൗച്ചറിന്റെ കൂടെ പോകും. പിന്നെ ഒരു കോപ്പി എക്സ്ട്രാ നമ്മൾ ലോൺ നമുക്ക് നാളെ കോടതിയിലൊക്കെ ഹാജരാക്കേണ്ട സാഹചര്യം വരുമ്പോൾ ലോൺ അപ്ലിക്കേഷൻ ഫോമിന്റെ കൂടെയും കൂടി വെക്കുക. അതുകൊണ്ട് 2 വൗച്ചർ വെച്ചാൽ അതാണ് ഒരു ഗുണമുള്ളത്. അപ്പോൾ മറ്റേത് അതിന്റെ കൂടെ പോയിട്ടുണ്ടാവും, തിരഞ്ഞെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് 2 ലോൺ വൗച്ചർ എടുക്കാം. ലോൺ അപ്ലിക്കേഷൻ ഫോം ഉണ്ടാവണം. പിന്നെ നേരത്തെ പറഞ്ഞ ഫീൽഡ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, പോകുന്ന ചെറിയ പൈസ 100 രൂപയൊക്കെ കൊടുത്താൽ ഇന്നത്തെ കാലത്ത് ഏതൊരു ആളും ചെയ്തു തരും. നമ്മുടെ നാട്ടിലെ നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് ഒരു അധിക വരുമാനം, ഈ കലക്ഷൻ ഏജന്റുകൾക്ക് വരുമാനമായി ഒരു ഇതാണ്. അവരുടെ പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് ടൈം സ്റ്റാമ്പിൽ ഫോട്ടോസ് എടുക്കാം. ഞാൻ പറഞ്ഞ ഡിജി പിൻ എടുക്കാം. കാരണം ഇപ്പോഴത്തെ ഡിജി പിൻ വളരെ അക്യുറേറ്റ് ആണ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് പറയുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് റീച്ച് ചെയ്യാനും ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ മാനേജറുടെ റിപ്പോർട്ട് നേരത്തെ പറഞ്ഞു. മാനേജറുടെ റിപ്പോർട്ട്, അതായത് സാധാരണ ആണോ റെക്കമെൻഡിങ് ഓഫീസറുടെ റിപ്പോർട്ട് വേണം. ചെറിയ സംഘങ്ങളിലാവുമ്പോൾ മാനേജർ റിപ്പോർട്ട് വേണ്ട. എന്നാലും സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ മാത്രമാണെങ്കിൽ, ചെറിയ സംഘങ്ങളിലാണെങ്കിൽ പിന്നെ മാനേജറുടെ റിപ്പോർട്ടൊക്കെ സെക്രട്ടറിയുടെ റിപ്പോർട്ടിലേക്ക് കൊണ്ടുവരണം. സെക്രട്ടറിന്റെ നോട്ട് വെച്ചിട്ടായിരിക്കണം നമ്മുടെ ബോർഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ബോർഡിൽ നിന്ന് സാങ്ഷൻ ചെയ്യുന്നു, ആ ഓർഡറിൽ. പിന്നെ ഇതിന്റെ കൂടെ വീണ്ടും വാങ്ങേണ്ട മിനിമം ഡോക്യുമെന്റ്സ്, ഡിമാൻഡ്, നമ്മുടെ ഡിമാൻഡ് പ്രോമിസറി നോട്ട് വേണം. ആ പ്രോമിസറി നോട്ട് വാങ്ങുമ്പോൾ AOD വാങ്ങണം. അക്നോളജ്മെന്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്ന ഡോക്യുമെന്റ് വാങ്ങണം. അതുപോലെ തന്നെ ലോണിന് നിർബന്ധമായിട്ടും ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. ആ എഗ്രിമെന്റ് ഉണ്ടാവണം. അതുപോലെ തന്നെ എഗ്രിമെന്റ് ഉണ്ടായാൽ ലോൺ സാങ്ഷനിങ് ഓർഡർ വേണം. ലോൺ സാങ്ഷനിങ് ഓർഡർ ഏതൊരു ലോണിനും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഡോക്യുമെന്റ് ആണ് ലോൺ സാങ്ഷനിങ് ഓർഡർ എന്നുള്ള സാധനം. നമ്മൾ ഗഹാന് മാത്രമാണ് അത് ഫോളോ ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ലോൺ സാങ്ഷനിങ് ഓർഡർ ഒരു ഇമ്പോർട്ടന്റ് ആയ ഡോക്യുമെന്റ് ആണെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ലോണ് ഇപ്പൊ ഇൻ കേസ് ഓഫ് ഡിസ്ബേഴ്സ്മെന്റ് ചെയ്യുന്നത് ഓൺലൈൻ ആയിട്ടാണെങ്കിൽ അത് കസ്റ്റമറോട് അതിൻ്റെ ഉള്ള റിക്വസ്റ്റ് ഫോം വാങ്ങണം. ചില സംഘങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ഗഹാൻ ആഡ് ചെയ്യാറുണ്ട്. വിത്തൗട്ട് ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ലാതെ തന്നെ ഗഹാൻ ആഡ് ചെയ്യാറുണ്ട്. അതിന് സൗകര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ID പ്രൂഫ് വേണം, അഡ്രസ് പ്രൂഫ് വാങ്ങാം. പിന്നെ ലോൺ ഷെഡ്യൂൾ, അതായത് ലോൺ ചെയ്തിട്ട് അതിനുള്ള ഷെഡ്യൂളിൽ എന്തായാലും അതിന്റെ സിഗ്നേച്ചർ നമ്മൾ കസ്റ്റമറോട് വാങ്ങണം, മെമ്പറോട് വാങ്ങണം. അതുപോലെ തന്നെ അടുത്തൊരു ഇതുള്ളത് നമ്മൾ ലോൺ ലെഡ്ജർ. ഈ ലോൺ ലെഡ്ജർ നമ്മൾ സിസ്റ്റത്തിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഒരു കോപ്പി എക്സ്ട്രാ എടുത്തിട്ട് അത് വീണ്ടും സൈൻ ചെയ്ത് വെക്കും. ഇതും നമ്മുടെ ഭാവിയിലെ EP ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉള്ളത്. അങ്ങനെ അതിന്റെ മുകളിൽ അവസാനം ഫൈനൽ ഡോക്യുമെന്റ് കൂടി വെച്ചുകൊണ്ട് ആ ഒരു ലോൺ അപ്ലിക്കേഷൻ ഫോമിന്റെ ഒരു നടപടിക്രമങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റും. ഇത്തരം കാര്യങ്ങളാണ്. 45 മിനിറ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു 15 മിനിറ്റ് ഡിസ്കഷനും കൂടി വെച്ചിട്ട് 1 മണിക്കൂർ കൊണ്ട് സെഷനാണ് ഉദ്ദേശിക്കുന്നത്. ഏകദേശം 45 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഈ ലോണിൽ ഞാൻ പറഞ്ഞത്. പിന്നെ ലോൺ റിന്യൂവൽ ചെയ്യുന്ന സമയത്ത് പഴയ ഒരു നിലപാട് തന്നെയാണ് എനിക്ക് ഈ വിഷയത്തിലുള്ളത്. ലോൺ റിന്യൂവൽ എന്ന് പറയുന്നത് പരമാവധി ഒഴിവാക്കുക. ലോൺ റിന്യൂവൽ എന്ന് പറയുന്ന ഭാഗം നമ്മൾ ലോൺ പുതുക്കി കൊടുക്കുക എന്നുള്ള സംവിധാനത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കാതിരിക്കുക. കാരണം പുതിയ ലോൺ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലോൺ ചെയ്യുമ്പോൾ ഒരു പേയ്മെന്റ് ഉണ്ടായിരിക്കണം. അതൊരു റിയാലിറ്റിയാണ്. അപ്പൊ നാളെ അത് ചാലഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജഡ്ജിനെ ഇത് പഴയ ലോൺ പുതുക്കിയതാണെന്നൊന്നും നമുക്ക് പറഞ്ഞ് പഠിപ്പിക്കാൻ ചിലപ്പോൾ സാധിച്ചോളുന്നില്ല. കാരണം നമ്മൾ വക്കീല ചിലപ്പോൾ അയാളോട് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചോളുന്നില്ല. കാരണം
ജഡ്ജിനോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടൻസി ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? കഴിയില്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഇനി ഒരു പുതുക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, ആദ്യം ഇയാളെ ലോണ് മറ്റേ രണ്ടാമത്തെ ലോൺ ചെയ്ത് അയാളുടെ നമ്മുടെ കയ്യിലുള്ള SBI അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട ശേഷം അവിടുന്ന് എടുത്തിട്ട് പഴയ ലോണിലേക്ക് അടച്ച് ക്ലോസ് ചെയ്യുന്ന രീതിയിൽ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടാക്കണം. അല്ലാതെ ഒറ്റയടിക്ക് തട്ടി കഴിച്ചിട്ട് ബാക്കി പൈസ അക്കൗണ്ടിലേക്ക് രീതിയിൽ നമുക്ക് ചെയ്യാം. കാരണം പലപ്പോഴും നമുക്ക് ഈ ബാച്ച് മാപ്പ് ചെയ്തുകൊണ്ട് സോഫ്റ്റ്വെയറിൽ അങ്ങനെയും ചെയ്യാം. 2 രീതിയുണ്ട്. അപ്പൊ ഈ 2 രീതിയിൽ എപ്പോഴും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് ഈ ലോൺ ചെയ്ത്, ഇപ്പൊ പുതുക്കേണ്ട കേസാണ് ഞാൻ പറയുന്നത്. അങ്ങനത്തെ കേസിലാവുമ്പോൾ നമ്മൾ ലോൺ ചെയ്ത് പേയ്മെന്റ് ചെയ്ത് ഇയാൾ SBI അക്കൗണ്ടിലേക്ക് ഇട്ടു, അയാൾ ആ പൈസ എടുത്തിട്ട് ഇയാളെ പഴയ ലോൺ അടച്ചു തീർത്തു എന്ന് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ആ രീതി വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ രണ്ടും കൂടി തട്ടി കഴിച്ചിട്ട് ബാക്കിയുള്ള ബാലൻസ് എമൗണ്ട് അങ്ങോട്ട് എടുക്കുക ഇങ്ങോട്ട് എടുക്കുന്ന രീതി ഉണ്ടാവരുത്. കാരണം അത് ഒരിക്കലും നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല, നമ്മളെ വക്കീലൊക്കെ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു മെത്തേഡ് നമ്മൾ അതിൽ ഒഴിവാക്കേണ്ടതാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതൊക്കെയാണ് ഒരു സാധാരണ ഒരു ലോണിനെ കുറിച്ചിട്ട്, ഒരു അൺസെക്യൂർഡ് ആയിട്ടുള്ള ലോണുകൾക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഒരു ബെസ്റ്റ് ഇത് ഒരു സ്ഥലത്തുള്ള ഒരുപാട് സംഘങ്ങളിലുള്ള പല പല കാര്യങ്ങളും കൂടി കോർത്തിണക്കിയിട്ട് ആണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു സെഷൻ ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആയിട്ട് നമുക്ക് മാറ്റാം. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ, പിന്നെ ഇതിലും നല്ല പ്രാക്ടീസ് ചെയ്യുന്ന സംഘങ്ങൾ ഉണ്ടാവാം ഇതില്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രാക്ടീസ് കൂടി നമുക്ക് എല്ലാവർക്കും പരസ്പരം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ആളുകൾക്കും കൂടി ഗുണം ചെയ്യും. ഞാൻ എല്ലാവരും മൈക്കും ഓൺ ആക്കിയിട്ടുണ്ട്, നമുക്ക് അങ്ങനെയും സംസാരിക്കാം. ശ്രീത്തെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, ഇന്ന് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു വാല്യുവേഷൻ. എനിക്ക് അതിലൊരു ഡൗട്ട് വന്ന്, നമ്മുടെ ഈ ഡിജി പിൻകോഡ് ഉണ്ടല്ലോ, അതൊന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളവിടെ ചെന്നിട്ട് ആ സൈറ്റിൽ നിന്ന് എടുക്കുവാണോ വേണ്ടേ? ഈ ഗൂഗിൾ മാപ്പ് ഒക്കെ എടുക്കുന്ന പോലെയാണോ ഉദ്ദേശിക്കുന്നത്? അതെ. അതായത് ഡിജി പിൻ എന്ന് പറയുന്നത് ഇന്ത്യ പോസ്റ്റ്, IIT, എനിക്ക് തോന്നുന്നു IIT ഹൈദരാബാദും കൂടി ചേർന്നിട്ടാണ് തോന്നുന്നു അത് ചെയ്തിട്ടുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് അതിന് ഒരു ഡിജി പിന്നിന്റെ സൈറ്റ് ഉണ്ട്. ആ ഡിജി പിൻ അടിച്ചു കഴിഞ്ഞാല് dac.indiapost.gov.in എന്ന് പറയുന്ന ഒരു സാധനം വരും. dac.indiapost ജസ്റ്റ് ആലോചിക്കാൻ വേണ്ടി പറഞ്ഞു. അവിടെ കയറിയിട്ട് നോ യുവർ ഡിജി പിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് ആ ലൊക്കേഷൻ ഓൺ ആണെങ്കിൽ കറക്റ്റ് എന്ന് പറഞ്ഞാല് ഓൾമോസ്റ്റ് പ്രിസൈസ് ആണ്. കാരണം നമ്മൾ പലപ്പോഴും ഓൾമോസ്റ്റ് പ്രിസൈസ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഓരോ വീടിനും ഓൾമോസ്റ്റ് 2-3 വീടിനും തന്നെ ഏകദേശം ഒരേ പിൻ നമ്പർ തന്നെ ആയിട്ട് വരും. അത് എന്തിനാ ഉദ്ദേശിച്ചാൽ ഈ ഡിജി പിൻ എന്തിനാണ് ഗവൺമെന്റ് അവതരിപ്പിച്ചാല് ഈ ഡെലിവറി ബോയ്സിന്, ഇപ്പൊ നമുക്ക് ഡെലിവറി ആണ്, അപ്പൊ ഡെലിവറി ബോയ്സിന് കൃത്യമായി ആളെ കയ്യിൽ ഈ സാധനം എത്തിക്കുക എന്നുള്ളതും ഒരു കൺസേൺ കൂടി ആണ്. കാരണം പലപ്പോഴും ഈ ഡെലിവറി പല രീതിയിൽ ആളുകൾ വീട് ഇങ്ങനെ ചുറ്റി നടക്കേണ്ട. കാരണം നമ്മൾ ഗൂഗിൾ മാപ്പ് അത്രത്തോളം കറക്റ്റ് അല്ല. മാത്രമല്ല നമ്മൾ പല ചെറിയ വഴികളും ചെറിയ ലൊക്കേഷൻസ് ഗൂഗിൾ മാപ്പിലാണ്. അവരുടെ ആ കാറ് പോണ ഏരിയ മാത്രമല്ല വ്യൂ സ്ട്രീറ്റ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് ഡിജി പിൻ കൊണ്ടുവന്നത് അത് നമ്മുടെ എന്തായാലും ഒബ്വിയസ്ലി നമുക്ക് ഉപകാരപ്പെടും. ആ ഡിജി പിൻ എന്ന് പറയുന്ന സമയത്ത് ജസ്റ്റ് നമ്മുടെ ഡിജി പിൻ ചോദിക്കുമ്പോൾ ആ ഡിജി പിൻ അപ്പം തന്നെ നമുക്ക് ഇതിൽ കാണിക്കും. ഇതാണ് നമ്മുടെ ഓരോ ഏരിയ. അത് ഇതേപോലെ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു കഴിഞ്ഞപ്പം കണ്ടോ, ഇതാണ് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടുത്തെ ഇപ്പൊ ഞാൻ നിൽക്കുന്ന ലൊക്കേഷന്റെ ഡിജി പിൻ ഇതാണ്. അപ്പൊ ആ ഡിജി പിൻ ജസ്റ്റ് ഞാൻ ഷോ മൈ ഡിജി പിൻ എന്നുള്ള സാധനം കാണിച്ചപ്പോൾ എനിക്ക് കിട്ടിയ നമ്പറാണ് MC9.KKM-. ഇതവിടെ ഇത് വെച്ച് ജസ്റ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വെച്ചാൽ ഈ ഒരു അക്യുറസി ഓൾമോസ്റ്റ് നല്ലൊരു അക്യുറസി തന്നെ നമുക്കത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ. അത് അപ്പൊ നമ്മൾ ഈ ഗൂഗിൾ മാപ്പിന്റെ ലൊക്കേഷൻ എടുക്കുമ്പോൾ നമ്മൾ ഡിജിറ്റലി കീപ്പ് ചെയ്യേണ്ടതിന് പകരം ഈ നമ്പർ മാത്രം നമ്മൾ ഇതിനകത്ത് മറ്റേ ഫയലിൽ തന്നെ എഴുതി വെച്ചാൽ മതി. മറ്റേ ഡിജിറ്റലി കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എന്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലേ? അതെ. ഇതിൽ ഡിജി പിന്നിൽ കയറി കഴിഞ്ഞാല് പിന്നെ ഡിജി പിന്നില് നമുക്ക് ഈ നമ്പർ ഗൂഗിൾ മാപ്പിൽ കാണിക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ കൂടി അതിലുണ്ട്. അപ്പൊ ജസ്റ്റ്
ഗൂഗിൾ മാപ്പിലേക്ക് പോകും. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ മറ്റൊരു ഒരു സംശയം കൂടെ, നമ്മുടെ ഈ സിബിൽ സ്കോർ നമുക്ക് കസ്റ്റമേഴ്സിനോട് ഇപ്പം പല ആപ്ലിക്കേഷൻസിലും സിബിൽ സ്കോർ എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ഈ സിബിൽ സ്കോർ നമുക്ക് പേഴ്സണൽ ലോണുകളിൽ കസ്റ്റമേഴ്സിനോട് ചോദിക്കുന്നത് തെറ്റില്ലല്ലോ? ഒരു തെറ്റുമില്ല, തീർച്ചയായിട്ടും നമ്മൾ ചോദിക്കണം. പക്ഷെ ഒരു കാര്യം നമ്മൾ ഞാൻ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ സിബിൽ സ്കോർ എന്ന് പറയുന്നത് ഒരു പാരാമീറ്റർ മാത്രമാണ്. സിബിലായാലും ഒരു പാരാമീറ്റർ മാത്രമാണ് സ്കോർ എന്ന് പറയുന്നത്. പക്ഷെ അതിലെ ഗൂഗിൾ പേയില് ഈ സിബിൽ സ്കോർ അവൈലബിൾ ആണ്. പക്ഷെ അതിന്റെ അടിയിലെ റിപ്പോർട്ട്സുകളിൽ കൃത്യമായിട്ട് അതിന്റെ ഇതുണ്ടാവും, അതിന്റെ പേയ്മെന്റ് സ്റ്റാറ്റസ്. ആ റിപ്പോർട്ട്സ് ആണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ നോക്കേണ്ടത്. ഇത് വളരെ സ്കോർ ഒരു 500 താഴെ അല്ലെങ്കിൽ 600 താഴെയുള്ള ആൾക്കാരൊക്കെ അറിയാതിരിക്കാം. പക്ഷെ എന്നാലും 600 മുതൽ 700 വരെയുള്ള ആൾക്കാരിലൊക്കെ നമുക്കൊരു റിപ്പോർട്ട്സിൽ ചിലപ്പം പല പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം, എന്നാലും നമുക്ക് ഈ സ്കോർ ഒരു പാരാമീറ്റർ മാത്രമായിട്ട് എടുത്തിട്ട് നമുക്ക് ആ റിപ്പോർട്ട്സിനെ അയാളുടെ ഹിസ്റ്ററി നോക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. നോക്കാൻ പറ്റും, അത് കാണിച്ചു തരണം അയാളോട് പറയാനോ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഹലോ സാറേ, നമസ്കാരം. പറഞ്ഞോളൂ. സാർ, എൻ്റെ പേര് രാഹുൽ എന്നാണ്. എറണാകുളം ജില്ലയിലാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. കൊല്ലത്തുമുള്ള സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരനാണ്. നേരത്തെ പ്രോപ്പർട്ടി ലോൺ സെക്ഷനിലായിരുന്നു. ഇപ്പൊ നിലവിൽ റിക്കവറി മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സാറിന്റെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തു. വളരെ നല്ല ക്ലാസ്സായിരുന്നു സാറേ. പക്ഷെ എന്റെ ആശങ്ക കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ അൺസെക്യൂർഡ് ലോണിനെ കുറിച്ച്. കാരണം ഞങ്ങൾക്ക് ഒരു കമ്പനി 150 മുതൽ 200 എണ്ണം സാധാരണ വായ്പകൾ നമ്മൾ നൽകുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്കൊരു ലോൺ എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ള നല്ലൊരു ആശങ്ക ഞങ്ങൾക്ക് ഉണ്ട്. 50,000 രൂപയാണ് നമ്മൾ ഒരു വായ്പയായിട്ട് കൊടുക്കുന്നത്. എന്നാൽ ഇതൊരു ഡ്യൂസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഏകദേശം ഒരു 80,000 രൂപ 1 ലക്ഷം രൂപയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഈ ഞങ്ങളുടെ പ്രദേശത്ത് ഒരു നൊമാഡിക് ലൈഫാണ്. നമ്മൾ വായ്പ കൊടുക്കാൻ നേരത്ത് അയാൾക്ക് ചിലപ്പോൾ ഒരു സ്ഥിരം വീടൊക്കെ ഉണ്ടാവും. റിക്കവറിക്ക് പോകുന്ന നേരത്തായിരിക്കും അവരവിടെ ഇല്ല, അത് വിറ്റ് അവർ വേറെ എവിടെ നിന്ന് വാടക. അപ്പൊ നമുക്ക് ഈ റിക്കവറി സമയത്ത് ഈ ആളെ ലൊക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ മേഖലയിൽ ലോൺ കൊടുക്കുന്നതിൽ കൂടുതൽ റീപേയ്മെന്റ് ഫെസിലിറ്റി വളരെ കുറവാണ് സാറേ. കാരണം പൊതുവെ പുതിയ ആൾക്കാര് നമുക്ക് ബാങ്കിൽ വന്ന് ലോൺ അടക്കാനുള്ള ഒരു പ്രശ്നം ആൾക്കാർക്ക് ഉണ്ട്. ആ സാറേ, പറഞ്ഞു സാർ. ചോദ്യത്തിലേക്ക് വരും. രാഹുലിന്റെ ചോദ്യം. രാഹുൽ പറഞ്ഞോളൂ. വീട്ടില് ഒന്നും പോരാ. രാഹുൽ എന്താ പറഞ്ഞു വരുന്നത്? വീട്ടിലൊന്നുമില്ല. രാഹുലിന്റെ ലൈൻ എന്തോ രാഹുൽ പറയാൻ ശ്രമിച്ചു. വീട്ടിൽ വേറെ ആർക്കെങ്കിലും സംസാരിക്കേണ്ടോ? രാഹുൽ പറഞ്ഞ് എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാല് ഈ അൺസെക്യൂർഡ് ലോണ് 100 ലോണൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞാനതില് നേരത്തെ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അൺസെക്യൂർഡ് ലോൺ പ്രിഫറബിളി നമ്മൾ കൊടുക്കാതിരിക്കുക. നമ്മൾ ബാങ്കിൽ ഒരു പോളിസി ഉണ്ടാക്കുക. കാരണം നമ്മുടെ ബാങ്ക് നിലനിൽക്കേണ്ടത് എല്ലാവരെയും കാട്ടും ആദ്യത്തെ ഇത് ജീവനക്കാർക്കാണ്, അല്ലെ? ബാങ്ക് നിലനിൽക്കുക എന്നുള്ളത് ഞാനും നിങ്ങളും അടങ്ങുന്ന ആളുകളെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ബാങ്കിന്റെ നിലനിൽപ്പാണ്. ഇപ്പൊ നമ്മൾ നോക്കും, നിങ്ങളിപ്പോ ബാങ്കിന്റെ കാര്യമൊക്കെ പറഞ്ഞു, നമ്മൾ സഹകരണ ബാങ്കാണ് ഇതൊക്കെ പറഞ്ഞു. ഈ സഹകരണ ബാങ്കാണ്, അപ്പൊ നമ്മൾ ആളുകളെ സഹായിക്കേണ്ടതല്ലേ എന്നുള്ളതൊക്കെ നമ്മൾ വിചാരിക്കുകയൊക്കെ ശരിയാണ്. പക്ഷെ ഇതൊന്നും തന്നെ നമുക്കിപ്പോ നിലവിൽ വരുന്ന ആക്ടോ റൂളുകളോ ഒന്നും തന്നെ ഈ സഹകരണം എന്ന് പറയുന്ന വാക്കിനോട് വലിയ ഇതൊന്നുമില്ല. നമ്മൾ കൊമേഴ്സ്യൽ ബാങ്കിലെ പോലെയാണ് സഹകരണ വകുപ്പ് പോലും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സാഹചര്യത്തില് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്ഥാപനത്തെ നന്നാക്കാനും നിലനിർത്താനും ഇത് നിലനിന്ന് പോകണം എന്നുള്ള ആഗ്രഹിക്കേണ്ട ആൾക്കാർ നമ്മളാണ്. അതുകൊണ്ട് അൺസെക്യൂർഡ് ലോൺ കൊടുക്കുമ്പോൾ ഞാൻ തിരിച്ചൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ. നമ്മൾ സ്വന്തം പൈസ എടുത്തിട്ടാണ് ഈ ലോൺ കൊടുക്കുന്നത് വിചാരിക്കുക. നമ്മുടെ കയ്യിലുള്ള സ്വന്തം പൈസ, നിങ്ങളൊരു മണി ലെൻഡർ ആണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അൺസെക്യൂർഡ് ലോൺ ഇങ്ങനെ പാലിച്ചു കൊടുക്കും? നമ്മൾ കൊടുക്കൂലല്ലോ, കൊടുക്കൂല. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? മണി ലെൻഡർ സ്വന്തം പൈസയാണ്. ആ സ്വന്തം പൈസ കൊടുക്കുമ്പോൾ അയാൾക്ക് ഭയങ്കര വേദന ഉണ്ട്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ആ രീതി വല്ലാതെ നമുക്ക് വേണ്ട, നമുക്ക് കുറച്ചൊക്കെ സഹകരണം മതി. പക്ഷെ നമ്മൾ അൺസെക്യൂർഡ് ലോണുകൾ ഒരു നിശ്ചിത ടോട്ടൽ ലോൺ പെർസെന്റേജ്
2%, 3%-ലൊക്കെ അധികരിക്കാത്ത ലെവലിൽ തന്നെ ഇത്തരം ലോണുകൾ ചെയ്യാവൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായമാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമേ വേണമെങ്കിൽ എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ആർക്കും സാറേ 10 കൊല്ലം കഴിഞ്ഞ വായ്പകൾ ഇപ്പൊ ARC ഫയൽ ചെയ്യാനായിട്ട് പറ്റും സാറേ? അതിന് ഒരു ഓർഡർ വരാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പൊ ഒരു ഓർഡർ വരുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ സഹകരണ വീക്ഷണ ഗ്രൂപ്പ് അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വരും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അത് പിന്നെ എല്ലാ കൊല്ലം 2-3 കൊല്ലം കൂടുമ്പോ വരാറുണ്ട്. ഇപ്പൊ അടുത്ത കാലത്തിന് ഇറങ്ങുമെന്ന്. ലോൺ കൊടുത്തത് റിക്കവറിക്ക് വേണ്ട പ്രൊസീജിയേഴ്സ് ഒന്ന് പറയൂ സർ. അതാണ് ഇപ്പൊ ഗ്രൂപ്പ് ലോൺസ്, അൺസെക്യൂർഡ് ലോണുള്ള ഗ്രൂപ്പ് ലോൺ ആണ് ഇപ്പൊ മെയിൻ ഒരു ബുദ്ധിമുട്ടുള്ള ഗ്രൂപ്പ് ലോൺ പറയാം. നമ്മളിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ ഗ്രൂപ്പ് ലോൺ പല സംഘങ്ങളും ഗ്രൂപ്പ് ലോൺ കൊടുക്കാറുണ്ട്. വലിയൊരു പെർസെന്റേജ് 90% ലോണുകളും ഗ്രൂപ്പ് ലോൺ തിരിച്ച് കിട്ടാറുണ്ട്. പക്ഷെ വലിയൊരു വിഭാഗം ആളുകൾ ലോൺ തിരിച്ചടയ്ക്കാറില്ല എന്നുള്ളതാണ്. മീൻസ് 10% ആളുകൾ തിരിച്ചടക്കും. ഈ 10% തിരിച്ചടക്കാത്ത ആൾക്കാർ അവർ ഇസാഫ് ലോൺ എടുത്തിട്ടുണ്ടാവും, മുത്തൂരിന്ന് ലോൺ എടുത്തിട്ടുണ്ടാവും, ഏതെല്ലാം മൈക്രോ ഫിനാൻസ് ഉണ്ടോ ആ മൈക്രോ ഫിനാൻസ് ഒക്കെ ലോൺ എടുത്തിട്ടുണ്ടാവും. അത് എന്തുകൊണ്ട് ചോദിച്ചാല് എല്ലാ ആളുകളും കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ JLG ഗ്രൂപ്പുകളും എന്താണ് ഓവർ ഫൈനാൻസ്ഡ് ആണ്. ഓവർ ഫൈനാൻസ്ഡ് എന്ന് ഞാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം കിട്ടാവുന്നിടത്തുനിന്നൊക്കെ മാക്സിമം ലോൺ വാങ്ങിയിട്ടുണ്ട്. അവർക്ക് ഉള്ള വരുമാനം വളരെ കുറവും ചെലവ് വളരെ കൂടുതലാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ലോൺ അടയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാവാറില്ല. അവിടെ നമുക്ക് ഏറ്റവും പ്രധാനം സ്ക്രീനിങ് ആണ്. നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, അൺസെക്യൂർഡ് ലോൺ കൊടുക്കാതിരിക്കുമ്പോൾ വരുമ്പോൾ വാരി വലിച്ചു കൊടുക്കാതെ നമ്മൾ സ്ക്രീനിങ് FI നിങ്ങൾക്ക് എടുക്കാം, നിങ്ങൾക്ക് DGPന് എടുക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ വീട്ടിൽ പോകുമ്പോൾ തന്നെ അറിയാം കൊടുക്കാൻ പറ്റൂല എന്നുള്ളത്. അത് നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ട് അവിടെ ഒരു സെഗ്രിഗേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ റിക്കവറിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് നമുക്കറിയാം. ഇപ്പൊ ഈ മുനിസിപ്പൽ കോടതി കൊടുത്താലും വനിതകൾക്ക് വാറണ്ട് നടക്കൂല. പ്രത്യേകിച്ച് അവർക്ക് കുറച്ച് വളരെയധികം ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കും. അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത് ഇത്തരം ലോണുകൾ പ്രിഫർ ചെയ്യാതിരിക്കുക എന്നുള്ളത്. അപ്പൊ പക്ഷെ സെക്യൂരിറ്റി ലോണിൽ ഒക്കെ നടക്കും. പക്ഷെ ഈ ഗ്രൂപ്പ് ലോൺ വളരെ സക്സസ് ആയിട്ട് നടത്തുന്ന ഒരുപാട് ബാങ്കുകളുണ്ട്. എന്റെ സംഘത്തിൽ പോലും ഏകദേശം 95% റീപേയ്മെന്റ് ഉള്ള നല്ല ലോണാണ് JLG ലോൺ. പക്ഷെ 5% ആളുകൾ എപ്പോഴും അതിലും ഉണ്ടാവും എന്നുള്ളതാണ്. അത് നമുക്ക് ഭയങ്കരമായിട്ട് കൺസ്ട്രെയിൻ ആണ്, വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ലോണേ അക്കൗണ്ട് ട്രാൻസ്ഫർ പറഞ്ഞില്ലേ, അത് നമ്മൾ സൊസൈറ്റിയില് സേവിങ് അക്കൗണ്ടിലേക്ക് തന്നെ ആയാലും കുഴപ്പമില്ലല്ലോ? ഞാൻ ഒരു തിരിച്ചൊരു ചോദ്യം കേട്ടോ. ഞാൻ ഒരു എന്ന് പറഞ്ഞ ബാങ്കിനെ നമുക്കറിയാം. ആ ബാങ്കിൽ ഒരുപാട് തട്ടിപ്പും തരികിട പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട്. ആ തട്ടിപ്പും തരികിട പരിപാടികളൊക്കെ നടത്തി അവിടുന്ന് ഒരാൾ പറയാണ് ഞാൻ ഇവിടുന്ന് പൈസ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ, അപ്പൊ നിങ്ങൾ അവിടുത്തെ സെക്രട്ടറി പറയാണ് ആ എന്ന് പറഞ്ഞ ബാങ്കിൽ അല്ല ഇയാളെ SBI അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ട് എടുത്തു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കോപ്പറേറ്റീവ് ബാങ്കിലുള്ള നിങ്ങൾ വിശ്വസിക്കുമോ? ഉണ്ടോ? വിശ്വസിക്കോ? ഒന്നുകൂടി പറയോ സാർ? ഞാൻ പറയുന്നത് നമ്മളെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ വലിയൊരു സ്കാം നടന്നൊരു കോപ്പറേറ്റീവ് ബാങ്കാണ് വിചാരിക്കുക. ഇപ്പൊ പല ബാങ്കിൽ തട്ടിപ്പ് പരിപാടികളിൽ ലോണൊക്കെ നമ്മള് ലോണുള്ള പല ബാങ്കുകൾ നമ്മുടെ നാട്ടില് സഹകരണ സംഘങ്ങളുണ്ട്. അതിൽ പെട്ട ഒരു എന്ന് പറഞ്ഞ ബാങ്കാണെന്ന് വിചാരിക്കുക. ആ ബാങ്കിലെ ഒരു കസ്റ്റമർ എങ്ങനെ പറഞ്ഞ നിങ്ങൾ കസ്റ്റമറെ കൂടെ നിൽക്കുവോ ബാങ്കിന്റെ കൂടെ നിൽക്കുമോ? ബാങ്കിന്റെ കൂടെ തന്നെ നിൽക്കണം. നമ്മളെ ജനങ്ങളും ആളുകളൊന്നും നമ്മളെ കൂടെ കോടതി പോലും നമ്മളെ കൂടെ നിൽക്കൂല. അതുകൊണ്ട് എപ്പോഴും പ്രിഫർ ചെയ്യുന്ന വെച്ചാൽ നമുക്കേ നമ്മളെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ SBI അക്കൗണ്ടിലാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള പൊതുധാരണ പുറമേ. അതുകൊണ്ടാണ് സാറ് പറഞ്ഞ പോയിന്റ് പ്രകാരം ആ പാർട്ടി ലോണിന്റെ ക്യാഷ് എടുക്കുന്നത് നമ്മളുടെ സേവിങ് അക്കൗണ്ടിലേക്ക് വന്ന ലോണ് അവർക്ക് ഫുള്ളായിട്ട് അവര് അതർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അവർ അവിടുന്ന് ക്യാഷ് ആയിട്ട് എടുത്തു പോയിക്കോട്ടെ. അത് നല്ല കാര്യമാണ്. അത് നിങ്ങളെ അതായത് നമ്മളെ സംഘം ഇല്ലെങ്കിലും ആ ബാങ്ക് എല്ലാ കാലത്തും ബാങ്ക് എന്നുള്ള സംവിധാനം അവിടെ ഉണ്ടാവുമല്ലോ. ഒരു തെളിവ് അവിടെ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ഇയാൾക്ക് ആർബിട്രേഷൻ നടപടികൾ ഞാൻ ലോൺ എടുത്തില്ല എന്ന് പറയുന്ന രീതി ആദ്യം തന്നെ വരുമ്പോ ഫസ്റ്റ് തന്നെ നമുക്ക് അവിടെ ഗണ്ണിക്കാൻ വേണ്ടി പറ്റും. പിന്നെ അയാൾക്ക് ആദ്യം ഇപ്പൊ ഞങ്ങൾക്ക് നമ്മളെ ബാങ്കിൽ ഇപ്പൊ ഗഹാൻ ലോണുകളും കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് അധികം ഒക്കെ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ലോൺ എടുത്ത കാര്യം ഇപ്പൊ അങ്ങനത്തെ അല്ല. ഇപ്പൊ വരുന്നതൊക്കെ ഇയാൾക്ക് സമയം വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള റിക്വസ്റ്റ്. കാരണം ഇയാൾ ആദ്യം തന്നെ പൈസ വാങ്ങിപ്പോയി തെളിവായില്ലേ.
അപ്പൊ പിന്നെ അതിന് വേറെ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് അതിൽ വലിയൊരു ഗുണമായിട്ട് തോന്നിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്. ഹലോ, നമസ്കാരം. നമസ്കാരം. പറഞ്ഞോളൂ. ആദ്യമേ കൺഗ്രാജുലേഷൻ പറയാണ്, പുതിയ ഡെസ്റ്റിനേഷൻ. ഒക്കെ ഞാൻ തിരുവാലി സർവീസ് ബാങ്കിലാണ്, സെക്രട്ടറി ആണേ. ഓക്കെ, ഞാൻ നമ്മളൊരു എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഷെയർ ചെയ്യാന്നുള്ളതും കൂടിയാണ് തോന്നുന്നത് ഈ വേദി കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, ഇവിടുത്തെ സ്ഥിതി നമുക്ക് അറിയാലോ. അപ്പൊ നമ്മള് പിന്നെ ഇപ്പൊ ഈ ഷുവർട്ടി ലോണുകളൊക്കെ നമ്മൾ പലപ്പോഴും കോടതിയിലെ നടപടികൾ പോകുമ്പോൾ നമുക്ക് മീൻസ് പ്രൂവ് ചെയ്യാൻ കഴിയാതിരിക്കാതെ ഭയങ്കര ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിൽ പറഞ്ഞത് നികുതി ഷീറ്റും ആദായത്തിന്റെ കോപ്പിയൊക്കെ നമ്മൾ ആദ്യം തന്നെ വാങ്ങിച്ചു വെക്കണം. അത് നേരത്തെ അത് ഭയങ്കരമായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന സംഭവമാണ് പറയാം. പിന്നെ അതേപോലെ തന്നെ ഈ സ്ത്രീകൾക്ക് ശരിക്കും നിയമ നടപടി പാടില്ല എന്നുള്ളതാണോ അതോ സമയത്ത് ഡെലിവറി ചെയ്യാൻ പറ്റാത്തതാണോ? എന്താണ് ശരിക്കുള്ള ഫാക്ടർ? നമ്മൾ സിവിൽ കോടതിയിൽ വഴി പോകുമ്പോൾ അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്യാറില്ല. നിയമ നടപടിയൊക്കെ ഉണ്ടാവും, അതൊക്കെ അവിടെ കിടക്കൽ തന്നെ. ഇതൊന്നും അങ്ങോട്ട് മുന്നോട്ട് പോകില്ല. പലപ്പോഴും ജഡ്ജിമാർക്ക് ഒരു ടാർഗറ്റ് ഉണ്ട്. അവർക്ക് ഈ കോടതിയിൽ ഇപ്പൊ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോലും ഇത്തരം കേസ് ഡിസ്മിസ് ചെയ്യാന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ കേസ് മിസ്സായി കഴിഞ്ഞാൽ അവരുടെ സെറ്റിൽമെന്റ് റേറ്റ് കൂടി. അപ്പൊ എല്ലാവരും മാക്സിമം അതുകൊണ്ട് തരും. പിന്നെ നമുക്ക് വീണ്ടും റീഫയൽ ചെയ്യാം. ഇപിക്ക് അങ്ങനെ ഗുണമുണ്ട്. അപ്പൊ ജഡ്ജി വിചാരിക്കും റീഫയൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളെ നേരെ വിടും ചെയ്യും. സെറ്റിൽമെന്റിന്റെ കാര്യം പറഞ്ഞില്ലേ സർ? അതിപ്പോ നമ്മളിപ്പോ വൺ ടൈം സെറ്റിൽമെന്റ് ഇല്ലാത്ത സമയത്ത് സിവിൽ കോടതി ഫയൽ ചെയ്തിരിക്കുന്ന ഇപിയിൽ നമുക്ക് സെറ്റിൽമെന്റ് അനുവദിക്കാമോ? എന്ത് ചോദ്യം മനസ്സിലായില്ല. ഇപ്പൊ വൺ ടൈം സെറ്റിൽമെന്റ് ഇല്ലാത്ത സമയത്തും, അതായത് ഇപ്പൊ നിലവിൽ നമ്മൾക്കിപ്പോ സിവിൽ കോടതിയിൽ ഇപി ഫയൽ ചെയ്തു, അവിടെ അദാലത്തിന് വിളിക്കുന്നു, അങ്ങനെയുള്ള സമയത്ത് നമുക്ക് സെറ്റിൽമെന്റ് അനുവദനീയമാണോ? നാഷണൽ ലോക് അദാലത്തിലൊക്കെ വെച്ചിട്ട് പലപ്പോഴും ലോണുകൾ സെറ്റിൽ ചെയ്യാനുള്ള ഓപ്ഷൻ. പക്ഷെ സെറ്റിൽമെന്റിനുള്ള തകരാറ് എന്ന് വെച്ചാല് വൺ ടൈം നമ്മൾ ഒരുപാട് വിട്ടുവീഴ്ചയാണ് ചെയ്യേണ്ടി വരും. ഇത് എന്താ സ്വഭാവം വെച്ചാൽ സാധാരണ സംഘടിപ്പിക്കുന്ന സമയത്ത് ജഡ്ജി പറയും അതുകൊണ്ട് കുറച്ചുകൂടെ എന്നൊക്കെ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യം. കുറയ്ക്കൂല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുമോ ജഡ്ജിനെ മൊത്തം നോക്കിയിട്ട്? അപ്പൊ ജഡ്ജി പറഞ്ഞാൽ അത് വൺ ടൈം സെറ്റിൽമെന്റും കാരണം കൂടുതൽ നമുക്ക് സാമ്പത്തികമായ നഷ്ടം ഉണ്ടാവും. പക്ഷെ അത് പരമായിട്ടുള്ള ഇന്ത്യയിലുള്ള നിയമപരമായിട്ടാണ് ലോക അദാലത്ത് നടക്കുന്നത്. അത് വാലിഡ് ഡോക്യുമെന്റ് ആണ്. ആ ലോക അദാലത്ത് പ്രകാരമുള്ള അയാൾ ഇത് പാലിച്ചില്ല, സെറ്റിൽമെന്റ് അയാൾ പാലിച്ചിട്ടില്ലെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഇപി നടപടികൾ ചെയ്യാം. ARCന്റെ ആവശ്യമില്ല. സർ, അപ്പൊ അത് നമ്മുടെ സഹകരണ വകുപ്പ് ഒബ്ജക്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ അങ്ങനെയുള്ള സെറ്റിൽമെന്റ്? കുട്ടിയെ സർ, ക്ലിയർ ആയില്ല. സഹകരണ വകുപ്പ് ഇന്ത്യയിലല്ലേ ചോദിക്കാം? എന്താ കുഴപ്പമില്ല. വായ്പ പുതുക്കുന്നതായ ഒരു ഡൗട്ടാണ്. ഇപ്പൊ വായ്പ പുതുക്കുമ്പോൾ നമ്മൾ ആദ്യം പേയ്മെന്റ് ചെയ്യണമെന്നാ പറഞ്ഞത്. നമ്മുടെ ബാങ്കിലും പുതുക്കരുത് നട്ടാറിന് അല്ല, പുതുക്കുന്ന ഘട്ടങ്ങളിൽ, അത്യാവശ്യ ഘട്ടങ്ങളിൽ വായ്പ പുതുക്കുന്ന സന്ദർഭം വന്നാല് ആദ്യം പേയ്മെന്റ് ചെയ്യണമെന്നാ പറഞ്ഞത്. അപ്പൊ നമ്മളെ ബാങ്കിലെ സോഫ്റ്റ്വെയറിൽ നിലവിൽ ഒരാൾക്ക് ഒരു വായ്പ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് വായ്പ കൊടുക്കാൻ പറ്റൂല. അപ്പൊ അങ്ങനെ നമ്മളെ ചെയ്യുന്നത് ഒരു നിലവിലുള്ള വായ്പ ക്ലോസ് ചെയ്തതിന് ശേഷം പേയ്മെന്റ് ചെയ്യല്. അപ്പൊ അത് നമ്മൾ ARC ബന്ധപ്പെട്ട എന്തെങ്കിലും കേസിന് പോകുമ്പോൾ എന്തെങ്കിലും വിഷയം ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു ഡൗട്ട്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. ഇയാള് ഈ പൈസ എടുത്തിട്ട് മറ്റേ ലോൺ ക്ലോസ് ചെയ്തു എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അത് ഇപ്പൊ ഒരാൾക്ക് ലോൺ ഉള്ളപ്പോ വേറെ ലോൺ കൊടുക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല. നമ്മുടെ സഹകരണ നിയമപ്രകാരം IMBP ഇത്രയാണെങ്കിൽ ആ IMBP ഒരാൾക്ക് പല ലോണായിട്ടൊക്കെ ലോണൊക്കെ കൊടുക്കാം. അതൊക്കെ വേറെ കാര്യം, അങ്ങനെ പറയല്ല. അപ്പൊ അതുകൊണ്ട് സാഹചര്യങ്ങൾ വരുന്നോണ്ട് ആ ഒരു സംവിധാനമൊക്കെ ഒന്ന് സോഫ്റ്റ്വെയറിൽ പറഞ്ഞ് ചെയ്യുന്നത് കുറച്ചും കൂടി ഒക്കെ നന്നാവും. എന്റെ അഭിപ്രായമാണ്. വേണമെങ്കിൽ ഓക്കെ. ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ. കൊച്ചിന്ന് എടക്കൊച്ചി കോപ്പറേറ്റീവ് ബാങ്കിന്റെ സെക്രട്ടറിയാണ്. നമ്മള് ഒരു ഗഹാൻ രജിസ്റ്റർ ചെയ്ത് മേടിച്ചിട്ടുണ്ട്, ഒരു 10 ലക്ഷം രൂപയുടെ ഗഹാൻ ലോണിന് വേണ്ടിയിട്ട്. ആ വായ്പയില് ഒരു 5 ലക്ഷം രൂപ ആ മെമ്പർ അടച്ചു തീർത്തു. അയാൾക്ക് നമ്മുടെ ബാങ്കിൽ തന്നെ ഒരു MBSന് അല്ലെ ഒരു MDSന് 2 ലക്ഷം രൂപയുടെ ഒരു MDS അയാൾക്ക് ലേലത്തിലോ മറുകിലോ കിട്ടി. ആ ഗഹാനിൽ തന്നെ നമുക്ക് ഈ പേയ്മെന്റ് കൊടുക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? ചെയ്യാൻ പറ്റില്ല സർ.
നിയമപരമായിട്ട് തെറ്റാണ്. നിയമപരമായിട്ട് തെറ്റാണ്. ഒരു 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 ഗഹാന്റെ മുകളിൽ ഒന്നിലധികം ഗഹാന്റെ കേസ് ഈ വിഷയം ഇതല്ലെങ്കിൽ പറയുന്നത് ഒരു ഗഹാൻ എന്ന് പറയുന്നത് പർപ്പസിന് വേണ്ടി നിങ്ങൾ കൊടുത്തിട്ടുള്ളതാണ്. ആ പർപ്പസ് ഫോമില് സെക്രട്ടറി ആ 36A എന്ന് പറയുന്ന ഫോമില് ഒന്ന് വായിച്ചു നോക്കുക. നോക്കാത്ത 36A വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ആ ലോൺ കൂടി ഈ ഗഹാനായി. പിന്നെ പത്തനംതിട്ട ബാങ്ക് നൈലപ്ര സർവീസ് ബാങ്കിനാണെന്ന് തോന്നുന്നു ആ കേസില് ഗഹാൻ അത് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ അത് പറ്റില്ല. നമ്മുടെ വിഷയം ഇതല്ല. നമുക്ക് അൺസെക്യൂർഡ് ലോണിലേക്ക് വരാം. ഇനി നമുക്ക് നമ്മൾ പറഞ്ഞ 10 മിനിറ്റും കൂടി കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും നമുക്ക് നമസ്കാരം. ഹലോ സാർ. സാറേ നിങ്ങളെ നേരത്തെ പറഞ്ഞ ലോൺ സാങ്ഷനിങ് ഓർഡറും അതുപോലെ തന്നെ AODയും അതിന്റെ ഒരു മോഡൽ ഈ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ പറ്റുമെന്നാണ്. തീർച്ചയായും നമ്മൾ പഴയ ക്ലാസ്സിൽ എന്റെ ഒരു കാര്യം ചെയ്യോ, എന്റെ നമ്പർ ഞാൻ ഒന്ന് ജസ്റ്റ് നോട്ട് എനിക്കൊരു വാട്സപ്പ് അയച്ചാൽ ഞാൻ അതൊക്കെ അയച്ചു തരാം കേട്ടോ. നമ്പർ എല്ലാവർക്കും കൂടി വേണ്ടി 907 ഒന്നും കൂടി പറയാം സാർ. 9072 843535 എന്നാണ്. 9072 843535 എന്നാണ്. ഓക്കെ സാർ. 9072 8435 വാട്സപ്പിൽ സാർ ജസ്റ്റ് വാട്സപ്പിൽ അയച്ചാൽ മതി കേട്ടോ. ഞാൻ അയച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ സാർ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ? ഹലോ സാർ. ഹലോ പറഞ്ഞോളൂ ശ്രീജ. കേൾക്കാം. ത്രികക്ഷി കരാർ പ്രകാരം കൊടുത്തൊരു ലോണാണ്. PMAYന്റെ ലോൺ ഉണ്ട് കക്ഷിക്ക്. ആ ലോണ് പുതുക്കി കൊടുക്കാൻ പറ്റും സാർ? PMAYന്റെ ലോണാണോ? പ്രൈം മിനിസ്റ്റർ യോസ്കർ യോജനയുടെ ലോണല്ലേ നിങ്ങൾ പറഞ്ഞത്? ആ ലോണിന്റെ അത് സ്വയം തൊഴിൽ തുടങ്ങാൻ വേണ്ടിട്ട് ലോണല്ല. ആ പർപ്പസ് കഴിഞ്ഞാൽ അയാൾക്ക് വേറെ ലോൺ കൊടുക്കേണ്ടി വരും. നിങ്ങള് ആ ലോൺ ക്ലോസ് ചെയ്യാം, എന്നിട്ട് വേറെ സാധനം എന്നല്ലാതെ ആ സെഗ്മെന്റ് തന്നെ കൊടുക്കാൻ കഴിയില്ലല്ലോ. റെഡി അല്ലേ സാർ? നമ്പർ ഒന്നും കൂടി പറഞ്ഞു തരുമോ? ഹലോ സാർ, നമ്പർ ഒന്നും. നമ്പർ 9072 843535. അല്ല സാർ 35 ലാസ്റ്റ് ഒന്നുകൂടി പറഞ്ഞല്ലോ. റേഞ്ച് ഇല്ല. അതാ ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട്. 72 843535 എന്നാണ്. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. വിനോദേട്ടാ സുഖം തന്നെയല്ലേ? സുഖം തന്നെ. പിന്നെ കൺഗ്രാജുലേഷൻ ആദ്യമായിട്ട് പുതിയ സെക്രട്ടറി. ക്ലാസ് എന്തായാലും അടിപൊളിയായി കേട്ടോ. ആണല്ലേ? എല്ലാ കാര്യങ്ങളും പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിജി പിന്നാണ് ഇപ്പം അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഇതിൽ വന്നിട്ടുള്ളത്. ആ കാര്യം കൂടി ഒന്ന് ചെയ്താലും. പക്ഷെ ഞങ്ങളെ പോലത്തെ ഈ കൊച്ചു ഏരിയയിലുള്ള ആൾക്കാരെ ഞങ്ങൾക്ക് നേരിട്ട് അറിയാവുന്നതും കാര്യങ്ങളായതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല. എങ്കിലും ഈ നിങ്ങളെപ്പോലത്തെ 3-4 പഞ്ചായത്തുള്ള ആൾക്കാർക്ക് വളരെ ഗുണം ചെയ്യും അവിടുത്തെ ജീവനക്കാർക്ക്. അതെ. പിന്നെ മാത്രമല്ല, ചില സമയത്ത് നമ്മൾ പോയി കഴിഞ്ഞാലുള്ള ഒരു ഇഷ്യൂ എന്താ പറഞ്ഞാൽ, ഒരു വീട്ടിൽ ജപ്തിക്ക് പോയാൽ ഇത് അച്ഛന്റെ സ്വത്താണ്, അച്ഛന്റെ വീടാണ്, മക്കൾക്കൊന്നും ഇത് അങ്ങനെയൊക്കെ കുറെ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ഈ കാര്യങ്ങളിൽ റേഷൻ കാർഡിന്റെ കോപ്പി വാങ്ങുന്നതും അതൊക്കെ കുറച്ചുകൂടെ ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു.
ക്ലാസ് വളരെ ഭംഗിയായി ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാ കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു അൺസെക്യൂർഡ്, അതായത് ഷോർട്ട് ലോൺ കൊടുക്കുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. പലപ്പോഴും ഇതൊന്നും പലരും ചെയ്തതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഈ EP നടപടിയും ജപ്തി നടപടിയിലൊക്കെ പോകുമ്പോൾ വളരെ പ്രയാസം അനുഭവിക്കുന്ന പല സ്ഥാപനങ്ങളും കാണാറുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്താൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫോം ഫില്ല് ചെയ്തിട്ട് സിവിൽ കോടതിയിലും അതേപോലെ തന്നെ ഹയർ കോടതിയിൽ നിന്ന് ജപ്തി നടപടിയും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഈ സെഷൻ ഫൈൻഡ് അപ്പ് ചെയ്യാം. ചെറിയ സെഷൻ മതി തീരുമാനിച്ചാൽ. ഈ 9 മണി വരെ നീണ്ടു പോകുമ്പോൾ ആളുകൾക്ക് ബുദ്ധിമുട്ട്, പെട്ടെന്ന് തന്നെ തീർത്താൻ ചോദിച്ചു. യെസ്, മൈമൂന ബേസിൽ. ചോദ്യമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ്. അതുകൊണ്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സാറേ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സാർ. വളരെ മികച്ച രീതിയിൽ ഇവരെ കിട്ടാത്ത അറിവുകളാണ് സാറ് ഞങ്ങൾക്ക് പകർന്നു നൽകിയിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട്. പല കാര്യങ്ങളും സ്ഥാപനങ്ങൾക്ക് അപ്ഡേറ്റ് ആകുന്നതിന് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളാണ് സാർ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇത് സഹകരണ മേഖലയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനും പ്രത്യേകിച്ച് നമ്മുടെ ഗ്രൂപ്പിന്റെ സഹകരണ മേഖലയിൽ തന്നെ ഒരു മാറ്റം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറാൻ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഒരു 3000ഓളം അംഗങ്ങൾ നമ്മളോടൊപ്പം അണിചേർന്നിട്ടുണ്ട്. വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്ന ഗ്രൂപ്പിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഇടപെടൽ വരുന്ന കാരണം ക്ലാസ് മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തതിന് സഹകരണ വീക്ഷണം കൂട്ടായ്മയുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ബൈ. എല്ലാവർക്കും സ്നേഹം. ഗുഡ് നൈറ്റ്. ഓക്കെ.